കാത്തു നിൽക്കുന്നേ ഞാൻ യേശുവേ നിന്നാളിനായി. നിൻ വരവിൻ ഭാഗ്യമോർത്താൽ ആനന്ദമെന്താനന്ദം. ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മണാളനെ. ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മണാളനെ. എന്നു മേഘേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാൻ. എന്നു മേഘേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാൻ. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ ദാസന്മാരെ, വിശേഷാലേ, നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 11 ദിവസക്കാലവും കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. ഇന്ന് ഈ ക്ലാസ്സിൻ്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ ഞാനും കടന്നു വന്ന നിങ്ങൾക്ക് വിശേഷ സഭാവ്യത്യാസമില്ലാതെ തിരക്കുകൾ മാറ്റിവെച്ച് ബന്ധപ്പെട്ട സമയത്തിന് കടന്നു വന്ന നിങ്ങളോടും ഞാൻ ഒരു ദൈവദാസൻ എന്ന നിലയിൽ എൻ്റെ നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തിൻ്റെയും പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് ഞാൻ പറയട്ടെ, കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല. ഇന്ന് ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ. ഇതിൻ്റെ സമാപ്തിയിലേക്ക് വരുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഒരു ഫയർ ഓഫീസറെ പോലെ റെഡിയായിട്ട് ഇരിക്കണം കർത്താവിൻ്റെ വരവിൽ ചേർക്കപ്പെടുവാൻ. ഏതെങ്കിലും കാരണവശാൽ ആ കൃപ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അന്ത്യന്യായവിധിയെക്കുറിച്ച് കേൾക്കുമ്പോൾ എങ്കിലും ഒന്ന് മനസ്സിൽ ചിന്തിച്ചോണം ഇതിനെക്കുറിച്ച്. കാരണം അല്ല എങ്കിൽ ഒരു ദുഃഖസത്യം പറയാം, അന്ത്യന്യായവിധിയിൽ ഈ ക്ലാസ്സും എന്നെയും അവിടെ കർത്താവ് സബ്മിറ്റ് ചെയ്യും. അന്നേരം ഇന്നത് കേട്ടിട്ട് കൃപ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിത്യശിക്ഷ വരുന്നത് കാണുമ്പോൾ സന്തോഷം ഉണ്ടാകത്തില്ലെന്നറിയാമല്ലോ. അത് വരാതിരിക്കാൻ ദയവായിട്ട് നിങ്ങൾ കൃപ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്കറിയാനില്ല, ഉണ്ടെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്വാളിഫൈഡ് ആകണം. ദൈവമക്കളൊരു ഫയർ ഓഫീസറെ പോലെ ഏത് സമയത്തും ഫയർ ഓഫീസർ ഈസ് റെഡി 24 hours വിത്ത് ഹിസ് യൂണിഫോം. ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ഉടൻ അറ്റൻഡ് ചെയ്യത്തക്കണം. അതുപോലെ കർത്താവിൻ്റെ വരവിൽ ചേർക്കപ്പെടുവാൻ നമുക്ക് ഒരുങ്ങിയിരിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. നമ്മൾ കൺവെൻഷനിൽ ആരംഭിച്ചതാണ് ലോകത്തിന്റെ ഭാവി. ലോകത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരും ചിന്തകന്മാരും ഈ ലോകത്തിൽ മനുഷ്യവർഗത്തിന്റെ പോക്ക് എങ്ങനെയാകും പൊളിറ്റിക്സ് ഒക്കെ ചിന്തിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ ഈ ലോകം ഇങ്ങനെ പോകത്തില്ലെന്നുള്ളവർക്കറിയാം. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിക്കും, തീരും. സൂപ്പർ നോവ എന്നാണ് നക്ഷത്രം പൊട്ടിത്തെറിക്കുന്നതിന് അവരിട്ടിരിക്കുന്ന പേര്. നക്ഷത്രം പൊട്ടിത്തെറിക്കുമ്പോൾ നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള മുഴുവൻ ഗോളങ്ങളും തീരുമെന്ന് അവർ ചിന്തിക്കുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെയും മനുഷ്യവർഗത്തിൻ്റെയും ഭാവി എന്തെന്ന് ആധികാരികമായി എഴുതിയതാണ് തിരുവചനത്തിലെ വെളിപ്പാട് പുസ്തകം. നമ്മൾ അതിനെ ആസ്പദമാക്കിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൺവെൻഷനിൽ ഞാൻ അതിൻ്റെ സമ്മറി 3 ദിവസക്കാലം പറഞ്ഞെങ്കിലും ഇവിടെ നടന്ന ക്ലാസ്സിൽ വളരെ ശാന്തമായി വസ്തുനിഷ്ഠമായി നിങ്ങളോട് സംസാരിക്കാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. അതെൻ്റെ മിടുക്കോ കഴിവോ അല്ല, ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, അതെനിക്കറിയാം. അതാണ് എൻ്റെ മുതൽ മുടക്കം മൂലധനവും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത് അനുഗ്രഹമാകുന്നത്. അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുള്ള ഒരാളല്ല ഞാൻ. ഇതത്ര അഗോചരമായ മർമ്മങ്ങളാണ്. അത് പറയുക എന്ന് പറഞ്ഞാൽ ദൈവകൃപ കൊണ്ടാണ് സാധിക്കുന്നു. ശ്രദ്ധയോടെ നോക്കിക്കേ. നമ്മൾക്ക് ഒന്നുകൂടെ വേഗം ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം ഏതാണ്ട് 20 വരെ പഠിച്ചു. നിങ്ങൾ എന്നെ നോക്കിയാൽ മതി, നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം എന്ന് പറഞ്ഞ AD 96 റോമൻ ചക്രവർത്തിയായ ഡൊമീഷ്യനാൽ നാട് കടത്തപ്പെട്ട യോഹന്നാൻ എഫെസോസിന്റെ സഭയുടെ അധ്യക്ഷനായിരുന്നു. അവിടുന്ന് അദ്ദേഹത്തെ വാനിഷ് ചെയ്തു. നാട് കടത്തി എഫെസോസിനടുത്തുള്ള മെഡിറ്ററേനിയൻ കടലിലെ 16 മൈൽ ചുറ്റളവുള്ള അല്ലെങ്കിൽ 24 കിലോമീറ്റർ ഡയമീറ്ററുള്ള ഒരു ദ്വീപാണ് പത്മോസ്. പെനൽ കോളനി. രാഷ്ട്രീയ തടവുകാരെ കഠിന ജോലി കൊടുത്ത് അവിടെ കൊല്ലാക്കൊല ചെയ്യുന്നൊരു സ്ഥലമാണ്. അവിടുന്ന് കരി കുഴിച്ചെടുത്ത് യൂറോപ്പിലേക്ക് കൊടുക്കാൻ അവിടെ കൊണ്ട് നാട് കടത്തി. അവിടെ
യോഹന്നാൻ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മീയം കെട്ടില്ല. കർത്തൃ ദിവസത്തിൽ അദ്ദേഹം ആത്മാവിൽ നിറഞ്ഞു. 1-ാം അധ്യായത്തിൽ ലോകത്തിൽ ജീവിച്ചപ്പോൾ യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ കർത്താവിന്റെ തേജസ്കരിക്കപ്പെട്ട രൂപമാണ് കാണുന്നത്. അതാണ് 1-ാം അധ്യായം. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വായിൽ ദൈവവചനമാകുന്ന ഇരുവായ്ത്തിലുള്ള മൂർച്ചയേറിയ വാൾ, കാലെ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി കാൽവരിയിൽ യാഗമാകുവാൻ ഞാൻ ഏകനായി മുദ്രിച്ചക്ക് ചവിട്ടി എന്നർത്ഥം വരുന്ന വെള്ളോടുന്ന സദൃശ്യം, തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ അനാദിയായും ശാശ്വതമായും ദൈവം. ഈ കർത്താവിനെ കണ്ട് യോഹന്നാൻ മരിച്ചവനെ പോലെ. കർത്താവ് തൊട്ടച്ച് പറഞ്ഞ്, എഴുന്നേൽക്ക്, ഭയപ്പെടണ്ട, പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ എന്റെ മക്കളുണ്ടെന്ന് പറഞ്ഞു. ഇനി നീ കണ്ടതും മേലിൽ സംഭവിക്കാനുള്ളതും എഴുതുക. 7 നക്ഷത്രം മലങ്കയിൽ പിടിച്ച് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിലാണ് യേശു. അപ്പോൾ അതിന്റെ അർത്ഥമോടുണ്ട്, സഭയുടെ നടുവിൽ കർത്താവിന്റെ വലങ്കാരത്തിൽ ദൈവ പൈതൽ. ഇതാണ് പ്രൊസഷൻ. അവിടുന്ന് 7 സഭകളോടുള്ള ദൂതാണ് 2ഉം 3ഉം അധ്യായം. അതെ, സ്വഭാവമായി സഭയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഗുണവും ദോഷവും. പിരിയോഡിക്കലെ പെന്തക്കോസ്റ്റൽ ദിവസം മുതൽ ആസന്നമായ കർത്താവിന്റെ വരവ് വരെയുള്ള ഈ 2000 വർഷക്കാലത്തെ പിരിയോഡിക്കലായിട്ട് 6ആയിട്ട് തിരിച്ചു. എഫെസോസ് എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും ആദ്യ സ്നേഹം വിട്ടുപോയി. സ്മിർന കഷ്ടത, പ്രയാസം. പെർഗമോസ് വിടുതലുണ്ടെങ്കിലും ഒരായവേ. തുയഥൈര ലോകത്തിന്റെ കൂത്തുകാഴ്ചക്കിടയായി ആത്മീയ അന്ധകാരം, സ്വഭാവമായതല്ല. സർദീസ് ജീവനുള്ളത് വേറുണ്ടെങ്കിലും ഉറക്കം. ഫിലാദൽഫിയ സ്നേഹത്തിലും വചനത്തിലും നിൽക്കുന്നു. ലവോദിക്കിയ എല്ലാം ഉണ്ടെന്ന് അഭിമാനിക്കുന്നു, ഒന്നുമില്ല. ധനവാൻ സ്വർഗം പറയുന്നത് നീ ദരിദ്രൻ. നല്ല വിലയുള്ള വിന്റർ ഡ്രസ് ഉണ്ടാക്കുന്നവരാ എന്നവർ പറയുമ്പോൾ സ്വർഗം പറയുന്നു യു ആർ നേക്കഡ്, നീ നഗ്നൻ. കാറ്ററാക്ടിന് മരുന്ന് നിർമ്മിച്ച് നൽകുന്ന ഡോക്ടേഴ്സ് ഉള്ള സ്ഥലമാ, പക്ഷെ സ്വർഗം പറയുന്നു നീ അന്ധൻ, നിനക്ക് വചനം അറിയാൻ പറ്റില്ല. എനിക്കൊന്ന് ധനവാൻ, നീ ദരിദ്രൻ. ഇതാരാന്നറിയാമോ? ഇത് ലവോദിക്ക എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ഒരു സ്ഥലമാണെങ്കിലും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് ദുരഭിമാനത്തിൽ നടക്കുന്ന ക്രൈസ്തവ ലോകം അവരോട് പറയുകയാണ്, നീ മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ ഒടുവിൽ പറയുന്നു ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. സഭ ആരംഭിച്ചപ്പോൾ കർത്താവിന്റെ സ്ഥാനം സഭയുടെ നടുവിൽ. ഇപ്പോൾ വന്നപ്പോൾ കർത്താവ് വെളിയിലായി. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നത്. അടുത്തൊരു ഒരു വലിയൊരു നിർദ്ദേശമുണ്ട്, ഇൻഡിവിഡുവല. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ എനിപ്പടി ഇൻഡിവിഡുവൽ, ഞാൻ അകത്ത് വരും. 3-ാം അധ്യായം കഴിഞ്ഞപ്പോൾ പറഞ്ഞു മേൽ സംഭവിക്കാനുള്ള കാണിച്ചു തരാം, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. 4-ാം അധ്യായം. ഞാൻ ആ അധ്യായങ്ങളൊന്ന് വേഗം പറയുക. 4-ാം അധ്യായത്തിൽ യോഹന്നാൻ സ്വർഗത്തിൽ, അവിടെ ഒരു സർവ്വസന്നാഹം, യഹോവയായ ദൈവം സിംഹാസനത്തിൽ, പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 24 മൂപ്പന്മാർ അവർ ആരാധിക്കുന്നു. അവരുടെ തലയിൽ പൊൻകിരീടം. ഭൂമിയിലുള്ള ദൈവത്തിന്റെ നിയമമാകുന്ന മഴവില്ല് മാറ്റി അവിടെ വില്ല് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു. 4 ജീവികൾ, മുഴുവൻ ദൂതന്മാരും അവിടെ. അവർക്ക് അകത്തും പുറത്തും കാണുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. 7 ആത്മാക്കൾ, പരിശുദ്ധാത്മാ പൂർണ്ണമായിട്ട് അവിടെ. ഒരു സമ്പൂർണ്ണ ആരാധന മധ്യ യഹോവയായ ദൈവത്തിന്റെ വലം കൈയിൽ 7 മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം, അകത്തും പുറത്തും. ഇത് മേടിക്കാനോ മുദ്ര പൊട്ടിക്കാനോ ആർക്കും യോഗ്യതയില്ല. യോഹന്നാൻ അതുകൊണ്ട് കരഞ്ഞപ്പോൾ ആണ് മൂപ്പൻ പറഞ്ഞു, പേടിക്കണ്ട, യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകം കൊടുക്കാൻ യോഗ്യൻ. അപ്പോൾ തുറക്കണമേ. 4-ാം അധ്യായത്തിൽ സഭ, കർത്താവ് വന്നു, സഭ ദൈവമക്കൾ സ്വർഗത്തിൽ. ഉൽപ്രാവണനം കഴിഞ്ഞു. കുഞ്ഞാട് 1-ാം മുദ്ര പൊട്ടിക്കുന്നു. 6-ാം അധ്യായം. ആന്റി ക്രൈസ്റ്റ് ലോകത്തിന്റെ ചുമതലെടുക്കുന്നു. 10 കൊമ്പുകളാകുന്ന യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയുടെ നടുവിൽ ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഭരിച്ചുകൊണ്ട് എതിർ ക്രിസ്തു, പഴയ സാത്താൻ, ലൂസിഫർ ഈ ലോകത്തിന്റെ ചാർജെടുക്കുന്നു. ഡാനിയേൽ 9:27 പ്രധാനമായിട്ട് 3 കൂട്ടരോടവൻ 7 വർഷത്തേക്ക് ഒരു 7 സംവത്സര ഉടമ്പടി, 7 years എഗ്രിമെന്റ്. 1 യഹൂദനോടെ നിന്റെ കാര്യം ഞാൻ നോക്കാം. അങ്ങനെ സംഭവങ്ങൾ നോക്കുമ്പോൾ കാണാം, പലസ്തീൻ യഹൂദന്റെ പ്രശ്നം ഒറ്റ രാത്രിയിൽ അവർ തീർക്കും. അതിനുള്ള ലക്ഷണങ്ങളാണ് ഇവിടെ നമ്മളെല്ലാം പഠിച്ചു. ദേവാലയം നിർമ്മിച്ചു കൊടുക്കും, ഈ യെരൂശലേം പിഎൽഒയ്ക്ക് കൊടുക്കും, ഇവൻ തന്നെ മശിഹ എന്ന് പറയും. 2 ലോക ജനതയോട് ഉടമ്പടി പറയും, എല്ലാ എക്കണോമി ഞാൻ ശരിയാക്കാം. അതാണ് എക്കണോമി ഇപ്പോൾ തകരുന്നത്. 3 കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവ സഭയോട് പറയും, നിങ്ങളുടെ കാര്യവും ഞാൻ നോക്കാം.
6-ാം അധ്യായം 2-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ തീർന്നില്ല. അവന്റെ കയ്യിൽ ആറ്റമായുധം കിട്ടും. സമാധാനം എടുത്തു കളയുക. അവന്റെ ആദ്യത്തെ ഭരണപരിഷ്കാരവാ സമാധാനം എടുത്തു കളയുക. എല്ലാം കർത്താവിനെതിരെ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇവൻ തിരിച്ച് 3-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ദേശത്തെല്ലാം ക്ഷാമം. ഫുഡ് കൺട്രോൾ അവന്റെ കയ്യിൽ. 1 പേയ്മെന്റ് സ്കെയിൽ 1 പേഴ്സൺ ലോകം മുഴുവൻ. 4-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു മാരക രോഗം. അത് 90 ദിവസം ശരീരത്തിൽ നിൽക്കും. അതോടെ ആളുകൾ മരിക്കും. 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ 6-ാം അധ്യായം കൃത്യം 3.5 വർഷമാകും ദൈവമക്കൾ രൂപാന്തരപ്പെട്ടിട്ട്. അപ്പോൾ അവൻ അവന്റെ തനിനിറം കാണിക്കും. വെളിപ്പാട് 13 പറയുന്ന പോലെ നെറ്റുമേലും കൈമേലും അവന്റെ മുദ്രയേൽക്കണമെന്ന സ്റ്റാറ്റ്യൂട്ടറി ലോ വരും. ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ഡർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവന്റെ സംസാരിക്കുന്ന പ്രതിമ അഥവാ കമ്പ്യൂട്ടറിന്റെ 5-ാം തലമുറയിൽ കമ്പ്യൂട്ടറിനകത്ത് ജീവൻ കൊടുത്തുകൊണ്ട് മുറിക്കകത്ത് അവൻ ഇറങ്ങി വരുമ്പോൾ നമസ്കരിക്കാൻ പറയും. അതിനെ കൽപ്പനാലംഘനമാണെന്ന് മനസ്സിലാക്കി യഹൂദന്മാർ റെസിസ്റ്റ് ചെയ്യുമ്പോൾ അവരെ വെടിവെച്ചു കൊല്ലാൻ തുടങ്ങും. അവരുടെ ആത്മാക്കൾ സ്വർഗത്തിൽ. 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ വെളിപ്പാട് 6:12 സ്വർഗത്തിൽ നിന്നുള്ള ആക്ഷൻ. 5 ആക്ഷൻ ഒന്നിച്ച്. 1 ഒരു ഭയങ്കര എർത്ത്ക്വേക്ക്. 2 സൂര്യൻ ഡിമ്മാവും, ഉദിക്കത്തില്ല. 2 ചന്ദ്രന്റെ മുഴുവൻ ശോഭയും പോകും. 3 ആകാശത്തിൽ നിന്നും അസ്ട്രോയിഡ് ഭൂമിയിൽ പതിക്കും. അതിനാണ് 2009 104 അസ്ട്രോയിഡ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുവച്ചു വന്നിരിക്കുന്നു. അടുത്തത് ആകാശം ചുരുണ്ടു മാറിപ്പോകും. 5 ആക്ഷൻ. ഭൂമി കുലുക്കം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ആകാശം. 7-ാം അധ്യായത്തിൽ അടുത്ത ആക്ഷൻ. 6-ാമത്തെ ആക്ഷൻ ഓക്സിജൻ ഘനീഭവിക്കും. സൂര്യന്റെ പ്രകാശമില്ലാത്തതിനാൽ ഓക്സിജൻ ഘനീഭവിക്കും. അന്ന് ജീവിക്കുന്നവർക്കെല്ലാം ബ്രീത്തിങ് പ്രോബ്ലം. 7-ാം അധ്യായത്തിൽ കാണാം 2 വിധത്തിലുള്ള വീണ്ടെടുപ്പ്. മുദ്രയേൽക്കാത്തവരായ യഹൂദന്മാരിൽ 1,44,000 പേരെ ദൈവികമായിട്ടുള്ള വെളിപ്പെടുത്തത്തില്ലാത്ത പ്രത്യേക ഉദ്ദേശത്താൽ ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേരെ സീലടിച്ച് ഇവൻ തൊടാതെ മാറ്റും. അവരെ ഈ ഭൂമിയിൽ നിർത്തുകയില്ല. 14-ാം അധ്യായത്തിൽ കാണാം അവരെ സ്വർഗത്തിലെ സിയോനിൽ. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാനിലപ്പെടാത്തതെന്ന് വിലയ്ക്ക് വാങ്ങിയതെന്ന് പറഞ്ഞത് അവരുടെ കന്യകാത്വമാകുന്ന കൽപ്പനകൾ ലംഘിക്കാതെ അവന്റെ വിഗ്രഹത്തെ നമസ്കരിക്കാതെ മുദ്രയേൽക്കാതെ നിൽക്കുന്നു. അവരെ വിലയ്ക്ക് മേടിച്ചു. നമ്മളെ വിലയ്ക്ക് മേടിച്ചത് ക്രിസ്തുവിന്റെ രക്തം. അവർക്കും ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി വീണ്ടെടുപ്പ്. കൂടാതെ അവർക്ക് വേണ്ടി തമ്പുരാൻ തന്ന വിലയാണ് 10 കൽപ്പന. അവരവിടെ വരും. 2ാമതൊരു വീണ്ടെടുപ്പിക്കും. ഇന്ന് വചനവും അറിഞ്ഞ് ആത്മാവിലും ആരാധിച്ച് അല്ലെങ്കിൽ ഒരു സത്യമാണെന്നറിഞ്ഞ് ഒടുവിൽ പുറകോട്ട് പോകുന്ന ആളുകൾ ലോകത്തിലെ അല്ലെങ്കിൽ ലോകത്തിന്റെ മോഹത്തിൽപ്പെട്ട് 100% പെർഫെക്റ്റ് അല്ലാതെ നിൽക്കുന്ന ഒരു കൂട്ടം. ഇതൊക്കെ അറിയാം. എങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ഇത് മതി, നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ അവരും കൈവിടപ്പെട്ടു പോകും. പക്ഷെ അവർ ധാരാളം മരണം കേട്ടിട്ടുള്ളവരാണ്. അവർക്കറിയാം ഇത് ആന്റി ക്രൈസ്റ്റാ, നിത്യദണ്ഡനം കിട്ടുമെന്നറിയാം. അവരും റെസിസ്റ്റ് ചെയ്യും. അവരെയും സ്വർഗത്തിൽ കാണാം. പക്ഷെങ്കിൽ അവർക്ക് കിട്ടുന്ന സ്റ്റാറ്റസ് മണവാളനും മണവാട്ടി എന്നുള്ള സ്റ്റാറ്റസ് ലഭിക്കേണ്ടതാണ്. പക്ഷെ അവർക്ക് അതല്ല കിട്ടുന്നത്. അവർക്ക് കിട്ടുന്നത് ഇടയനും ആട്. ഗുഡ്. നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഓർത്ത് സ്തോത്രം. മറ്റേ പള്ളി ഒന്ന് പിടിച്ചു വിട്ടി. 8-ാം അധ്യായത്തിൽ ആക്ഷൻ തുടരുകയാണ്. ആദ്യത്തെ ആക്ഷൻ ഒരു കെമിക്കൽ ആക്ഷൻ. ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ മേലെ എല്ലാ കെമിക്കൽ അടിക്കും. സ്വർഗത്തിൽ നിന്ന് ഒരു പ്രത്യേക കാര്യത്തിനാണ്. 9-ാം അധ്യായത്തിൽ കാണാം അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും. മരിക്കാതിരിക്കത്തക്കവണ്ണുള്ള പ്രത്യേക ക്രമീകരണം. 1 ലോകത്തിലെ മുഴുവൻ ഗ്രീനറിയും പോകും. ഈ മരുഭൂമി പോലെ ബോൾഡ് ഒരു മരുഭൂമിയാകും. എല്ലാ പച്ചപ്പുല്ലും പോകും. 2ാമത്തെ ആക്ഷൻ 8-ാം അധ്യായത്തിൽ കാണുന്നത് കടലിൽ 1/3 ബ്ലഡ് ആകും. 3ാമത്തെ ആക്ഷൻ അതർ സ്ട്രീം, തോടുകളും ആറുകളും എല്ലാം ബിറ്റർ ടേസ്റ്റ്, കയ്പ്, കിണറ്റിലെ വെള്ളം കയ്പ്. 4ാമത്തെ ആക്ഷൻ സൂര്യന്റെയും ചന്ദ്രന്റെയും 1/3 മാസ് തകരും. 8-ാം അധ്യായത്തിൽ. 9-ാം അധ്യായം വരുമ്പോൾ കാണാം പാതാളത്തിൽ നിന്നും അപ്പല്ലോന്റെ നേതൃത്വത്തിൽ ഒരു കൂളിപ്പട വെട്ടുക്കല്ലിന്റെ രൂപത്തിൽ എന്തൊക്കെ നമ്മൾ ചിത്രീകരിച്ച അങ്ങനെ പറയുക നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അതേ അധ്യായത്തിൽ കാണാം 20 കോടി പ്രത്യേക കുതിര, വാലിൽ തേളിന്റെ മുള്ള, വായിൽ ഗന്ധകം കത്തിക്കുന്ന തീ. അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെ അത് കൊല്ലു ഒത്തിരി പേര്. 9-ാം അധ്യായം. 10-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് യോഹന്നാനെ ഒന്ന് ഉത്സാഹിപ്പിക്കുക. നീ ബാക്കി കൂടി എഴുതാൻ പുസ്തകം കൊടുക്കുന്നത്. ഞാൻ അന്ന് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞില്ല, ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. പുസ്തകം വായിച്ചപ്പോൾ പുള്ളിക്ക് മധുരം, വൈകിട്ട് ചെന്നപ്പോ കയ്പ്. അതാ ഇനിയും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഉണ്ടല്ലോ യോഹന്നാൻ അങ്ങ് വലിയ ഭാരം.
11-ാം അധ്യായത്തിൽ കാണാൻ 2 സാക്ഷികൾ യഹൂദന്മാരെ പ്രൊമോട്ട് ചെയ്യാൻ സ്വർഗം അയച്ചവരാ. ഒന്നുകിൽ ഏലിയ, അല്ലെങ്കിൽ മോശ, അല്ലെങ്കിൽ ഹാനോ. ഇതൊന്നും അല്ലെങ്കിലും വേറെ ആരെങ്കിലും ആയിരിക്കും. കാരണം അവരുടെ പവർ മഴ പെയ്യാതിരിക്കാൻ, വെള്ളം രക്തമാക്കാൻ തീർന്നില്ല, വായു തീർക്കും. ഒടുവിൽ എതിർക്രിസ്തുവിന്റെ ഒരു പണിയും നടക്കുകയില്ല. ഒടുവിൽ അവരുടെ ദൗത്യം തീരുമ്പോൾ എതിർക്രിസ്തുവിന്റെ ഓഫീസേഴ്സ് അവരെ വെടിവെച്ചു കൊല്ലും. സന്തോഷം. അവൻ ദൈവമല്ലേ, ദൈവം പറഞ്ഞല്ലേ നടക്കുന്നു. അവൻ നമ്മുടെ ദൈവത്തിനെതിരെ കൊന്നവരെ കാണുന്ന സന്തോഷം. 3.5 ദിവസം പബ്ലിക് ഹോളിഡേ TV വഴി ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കാണിക്കും. നമ്മുടെ ദൈവത്തിനെതിരായി പറഞ്ഞ ഉപദേശിമാരെ കിടക്കുന്നു. ശവം ഈച്ചയെ അടിച്ച് ചോരയെ ഒഴിച്ച് കിടക്കുന്ന കാണിക്കും. 3.5 ദിവസം ഔതി ശവം സംസ്കരിക്കത്തില്ല. എല്ലാവരും കണ്ടോളാൻ കേബിൾ TV വഴി മൊബൈൽ വഴി എല്ലാം ഇത് കണ്ട് സന്തോഷിച്ചിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനം കൊടുത്തായിരിക്കും. എന്തുവാ സന്തോഷിക്കാൻ? നല്ല ML ഒക്കെ അടിച്ച് ഹിറ്റായിട്ടിരിക്കുമ്പോ അതേ കാഴ്ച കാണാം. തമ്പുരാന്റെ ശബ്ദം ഇത് എന്റെ 2 എഴുതിട്ടിരിക്കും, മേലോട്ട് കയറി. ആദ്യത്തെ ആന്റിക്രൈസ്റ്റ് അടിക്കുന്ന ഷോക്കത. അപ്പോൾ ലോകത്തുള്ളവർക്ക് മനസ്സിൽ വരും, ഇവനല്ല ദൈവം, ഇവനേക്കാൾ പവറുള്ളത് എവിടെയോ ഉണ്ട്. ആ ദൈവിക അറേഞ്ച്മെന്റ് 12-ാം അധ്യായത്തിൽ കാണാം. അത് കഴിഞ്ഞ് 2 ഭൂകമ്പം. ഉടൻ 12-ാം അധ്യായത്തിൽ ഒരു സ്ത്രീ മനസ്സാന്തരപ്പെടുന്ന ഇസ്രായേൽ. അതിലുണ്ടാകുന്ന യങ് ജനറേഷൻ ആൺകുട്ടിയെ റാപ്ചർ ആരും തൊടത്തില്ല, സ്വർഗത്തിലേക്ക് എടുക്കും. അതിനകത്തുണ്ടാകുന്ന യങ് ജനറേഷൻ അവരെ നിരന്തരം ഈ സ്ത്രീ ഉപദ്രവിക്കുമ്പോൾ അവർക്ക് അതിന്റെ അടയാളമാണ് സോവിയറ്റ് റഷ്യ. എസ്കേൽ 38 എല്ലാം ലിങ്ക. എതിർക്രിസ്തു പറയും കയറി പിടിച്ചോളാൻ പറയും. സോവിയറ്റ് റഷ്യ കയറി ആക്രമിക്കും ഒരു കാരണവുമില്ലാതെ. അതോടെ സോവിയറ്റ് റഷ്യയുടെ അവസാനവുമായിരിക്കും. ഈ സ്ത്രീ ഒരു നിക്കക്കള്ളിയില്ല. സോവിയറ്റ് റഷ്യ ആക്രമിക്കുന്നു, എതിർക്രിസ്തു ഉപദ്രവിക്കുന്നു, മുദ്രയടിക്കുന്നില്ല, വിഗ്രഹത്തെ നമസ്കരിക്കുന്നില്ല. അപ്പോഴാണ് ഈ പലസ്തീൻ തെക്കുള്ള സുൽത്താനേറ്റ് ഒമാൻ വരെ കിടക്കുന്ന നീണ്ട മരുഭൂമി, ഈ മരുഭൂമിയിലേക്ക് അവർ ഓടിപ്പോകുവാൻ കഴുകന്റെ ചിറക് കിട്ടും. ഇവിടെ വസിക്കുന്നവരുടെ ഇന്നത്തെ വൈരാഗ്യം മാറും. ഇവർ 3.5 വർഷക്കാലം അവരെ സംരക്ഷിക്കും. ഇവരുടെ മനസ്സ് മാറ്റും. ഇതും അതുമെല്ലാം കസിൻസാ, എല്ലാം അബ്രഹാമിന്റെ മക്കളാ. ഹല്ലേലൂയ. അതെ, ഇസഹാക്കിന്റെ മക്കൾ. ഇത് ഇസ്മായിലിന്റെയും കെതൂറായിൽ നിന്നും ഉണ്ടായതിന്റെയും യേശാവിന്റെയും മക്കൾ. 3.5 വർഷം. ഞാൻ സമയം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല. അന്ന് ആന്റി ക്രൈസ്റ്റിന്റെ അല്ലെങ്കിൽ പിശാചിന്റെ ഭയങ്കര ദേഷ്യം ഈ മരുഭൂമിയിൽ കിടക്കുന്ന ആളുകളോട്. അതിന് ചെയ്യുന്ന ഇവിടെ ശക്തമായിട്ട് മഴ പെയ്യിക്കും. ഇതെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ തമ്പുരാൻ ഒരു പരിപാടി ചെയ്യും. മുഴുവൻ മഴയും വലിച്ചെടുക്കാൻ ഈ ഭൂമിയോട് പറയും. ഭൂമി അവൻ പെയ്ക്കുന്ന മഴ മുഴുവൻ അബ്സോർവ് ചെയ്യും. ഇവിടെ അവൻ മടുത്തു മാറും. 13-ാം അധ്യായത്തിൽ എതിർക്രിസ്തുവിന്റെ ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. അവൻ എല്ലാവരോടും നേരിട്ട് സംസാരിക്കും. പിന്നെ നിങ്ങൾ പഠിച്ചവർ പറഞ്ഞു എല്ലാവരോടും നേരിട്ട് സംസാരിക്കും. അടുത്തത് എല്ലാവരുടെയും സംസാരം അവൻ കേൾക്കും. അടുത്തത് എല്ലാവരെയും അടിമയാക്കും. അവന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കും. ഇതെല്ലാം 13-ാം അധ്യായത്തിൽ കാണാം. 14-ാം അധ്യായം നമ്മൾ ചിന്തിച്ചു 1,44,000 പേർ സ്വർഗത്തിൽ. 15-ാം അധ്യായം അന്നത്തെ രക്തസാക്ഷികൾ കടന്നുപോയ വഴിയാണ് കാണിക്കുന്നു. 16-ാം അധ്യായത്തിൽ ആക്ഷൻ, ഒടുവിലത്തെ ആക്ഷൻ. 15-ാമത്തെ ആക്ഷനാണ് അന്ന് ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ഡെർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി വെച്ച് ഇവന്റെ പ്രതിമയേറ്റവർക്കെല്ലാം ഒരൊറ്റയടി അവിടുന്ന് കലശമടിക്കുമ്പോൾ അവരുടെ ഈ ചിപ്പിനകത്തെ ലിത്യോൺ ബാറ്ററി അഴുക്കാവും. എല്ലാത്തിനും വ്രണം. പണ്ട് പറവന്റെ നാട്ടിൽ ചൊറിഞ്ഞതുപോലെ ചൊറിഞ്ഞുകൊണ്ട് ദേഹം മുഴുവൻ വ്രണം. അടുത്ത കലശം അടിക്കുമ്പോൾ വെള്ളം മുഴുവൻ മരിച്ചവന്റെ രക്തം പോലെ. അടുത്ത കലശം അടിക്കുമ്പോൾ ഇതര നദികളെല്ലാം രക്തമായി മാറും. അടുത്ത 16-ന്റെ 8 കാണാം. മഗ്നറ്റോസ്ഫിയർ കൂമ്പുകുത്തും. ഈ ഭൂമിയുടെ മേളത്തെ കോൺക്രീറ്റ്, സോളാർ വിൻഡ്, സൂര്യനിൽ നിന്ന് വരുന്ന അതിശക്തമായ ചുക്കറിലേക്ക് പോകുന്ന 482 ഡിഗ്രി ചൂട് ഇവിടെ വരാതിരിക്കാൻ തമ്പുരാൻ വെച്ചിരിക്കുന്ന മഗ്നറ്റോസ്ഫിയർ എന്നല്ലേ നമ്മൾ ചിന്തിച്ചതാണ്. അത് കൂമ്പുകുത്തും. മുഴുവൻ മനുഷ്യനും പൊള്ളലേക്കും, ഒത്തിരി ചാകും. ബാക്കി ഇങ്ങനെ പൊള്ളലേക്ക് നടക്കും. അടുത്ത കലശമടിക്കുമ്പോൾ ജനങ്ങൾ ഫെഡപ്പാകും അവനെ കുറിച്ച്. അതിനടുത്ത കലശമടിക്കുമ്പോൾ യൂഫ്രട്ടീസ് നദിയിൽ വെള്ളമില്ല താഴും. എന്തിനാ? ഹർമഗദോൻ യുദ്ധം. ഒടുവിലത്തെ കലശമടിക്കുമ്പോൾ അതിശക്തമായ ഒരു ഭൂകമ്പം. 16-ന്റെ 18 ഏഷ്യൻ പ്ലേറ്റ് അകലും, ഹിമാലയം ഉടഞ്ഞു താഴെ വീഴും, കാരക്കോറം പ്ലേറ്റ് അങ്ങോട്ട് അകലും, അഫ്ഗാനിസ്ഥാൻ മുതൽ ഇറാഖ് വരെ സിറിയ വരെ കുലുങ്ങിമറിയും.
ഞാൻ ഇന്നലെ പറഞ്ഞു, സാൻ ആന്ത്രിയാസ് ഫോർട്ട് ആക്കബലമാറും അമേരിക്കയുടെ കാലിഫോർണിയ സ്റ്റേറ്റ് ശാന്തസമുദ്രത്തിനടിയിൽ. ശാസ്ത്രം പറയുന്നതാ, നമ്മൾ ഇതുമായിട്ട് ബന്ധിച്ചതേ ഉള്ളൂ. അത് കഴിയുമ്പോൾ 19-ാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ കണ്ടു, ഹല്ലേലൂയ, ഒരു വെള്ളക്കുതിര. ആരാ? നിങ്ങൾ സഹകരിച്ചേ, ആരാ വരുന്നത്? നമ്മുടെ കർത്താവേ. കൂടെ ആരാ? നമ്മളും വിശുദ്ധന്മാരും ദൂതന്മാരും വന്ന് എതിർ ക്രിസ്തുവിനെ പരാജയപ്പെടുത്തും. എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ഗന്ധകം കത്തുന്ന പൊയ്യലെറിയും. സാത്താനെ 1000 വർഷത്തേക്ക് എവിടും? നമ്മൾ ചിന്തിക്കാൻ പോവുക. ബോട്ടംലെസ് പിറ്റിലിടും. ഭൂമി മുഴുവൻ കിടക്കുന്ന റേഡിയേഷൻ, എന്റെ ശവം. ഇസ്രായേൽ ഇപ്പോൾ ട്രെയിനിങ് കിട്ടിയ മിലിറ്ററി ലഡ് ധരിച്ച ഏപ്രിൽ ഇട്ടുകൊണ്ട് കോരി മാറ്റി ക്ലീൻ ചെയ്യും. ഇത്രയും നമ്മൾ ചിന്തിച്ചു. ഇനി നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ പോവുക. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യം വേഗം വായിക്കാം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്യും. ഇവനെ കൊണ്ടിടും 1000 വർഷത്തേക്ക്. സാത്താനെ ഇല്ലാതാക്കിയിട്ടില്ല. സാത്താനെ അഗാധ കോപത്തിൽ അടച്ചു. ആന്റി ക്രൈസ്റ്റിനെ, ഫോൾസ് പ്രോഫറ്റിനെ ഗന്ധകത്തുന്ന പൊയ്കയിൽ എറിഞ്ഞു. ഈ ഭൂമിയിൽ സാത്താന്യ വ്യാപാരമില്ല. അത് കഴിയുമ്പോഴാണ് നമ്മൾ കാണുന്നത് 1-ാം പുനരുദ്ധാനം. നേരത്തെ ചിന്തിച്ചതാ, മഹോപദ്രവത്തിൽ യേശുവിന്റെ സാക്ഷ്യ നിമിത്തവും ദൈവവചന നിമിത്തവും തലചേദിക്കപ്പെട്ടവരായ മഹോപദ്രവ രക്തസാക്ഷികളെ എന്നോടും നിങ്ങളോടും കൂടെ 1000-ാം ആണ്ടിൽ വാഴുവാൻ ഉയർപ്പിക്കും. അടുത്ത വാക്യം വായിക്കാം. അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാണ്. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുദ്ധാനം. 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവരെ ഉയർപ്പിച്ചു. അടുത്ത പരിപാടിയാണ് 1000-ാം ആണ്ട് വാഴ്ച. ഈ ഭൂമിയിൽ കർത്താവ് രാജാവായി 1000 വർഷം വാഴും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ ക്രൈസ്തവ സഭയ്ക്ക് തന്റെ ശരീര രക്തങ്ങളുടെ ഓർമ്മയുടെ ശുശ്രൂഷ നിയമിച്ച രാത്രിയിൽ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. വായിക്കാം. ഞാൻ പിതാവിന്റെ രാജ്യത്തിൽ, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ, പിന്നെ കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. രാത്രിയിൽ കർത്താവ് മുന്തിരിവള്ളിയുടെ അനുഭവം കുടിച്ചു. പിന്നെ കർത്താവ് കുടിച്ചിട്ടില്ല. കുരിശിക്കിടന്നവൻ കൊടുത്തിട്ട് തുപ്പിക്കളഞ്ഞു കുടിച്ച വീഞ്ഞ്. അപ്പൊ നിങ്ങളോടുകൂടെ ഞാൻ ഇനിയും കുടിക്കും, എന്നോടും നിങ്ങളോടും കൂടെ. കർത്താവ് എന്ത് ചെയ്യും? നമ്മളോടുകൂടെ ഭക്ഷിക്കും, പാനം ചെയ്യും. 1 ഗബ്രിയേൽ മാലാഖ കന്യക മറിയാമിനോട് പറഞ്ഞ പ്രവചനം നിവർത്തിച്ചിട്ടില്ല. 4 കാര്യം നിവർത്തിച്ചു. നീ ഗർഭം ധരിക്കും, ലൂക്കോസ് 1:32. ഒരു മകനെ പ്രസവിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, യേശു എന്ന് പേർ വിളിക്കുന്നതൊക്കെ സംഭവിച്ചു. ബാക്കി നിവർത്തിക്കാൻ കിടക്കുന്നത് വായിക്കാം. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. കർത്താവിനെ കിട്ടിയിട്ടില്ല. കർത്താവ് എന്തുവാ പറഞ്ഞേ? കുറുനരികൾക്ക് കൂടും, കുറുനരികൾക്ക് കുഴിയും, ആകാശത്തിലെ പറവയ്ക്ക് കൂടും. തിരിച്ചു പറയരുത്. കുറുനരികൾക്ക് കൂടും, ആകാശത്തിലെ പറവയ്ക്ക് കുഴിയും ഉണ്ടെന്നല്ല. കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവയ്ക്ക് കൂടുകൊണ്ട് മനുഷ്യപുത്രനോ തലചായ്ക്കാൻ ഇടമില്ല. നമ്മുടെ കർത്താവ് അപ്പോൾ രാജാവായിട്ട് ഇവിടെ വാഴണം. എന്തിലെ പ്രവചനം നിവർത്തിക്കത്തുള്ളൂ. തീർന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഭൂമിക്ക് ജീവനുണ്ടോ? ഉണ്ടോ? മണ്ണിന് ജീവനുണ്ടോ? എന്തുവാ പേര് അതിന്റെ? ലൂസിയ. മണ്ണിന്റെ ജീവനുണ്ട് ഭൂമിക്ക്. ഇപ്പോഴൊക്കെ ചിന്തിച്ചതാ ഭൂമിയിലൊക്കെ പറഞ്ഞപ്പോ. ഈ ഭൂമി നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാന്നറിയാമോ? ഞാനും നിങ്ങളും എപ്പോൾ തേജസ് പ്രാപിക്കുന്നത് ഭൂമിക്കറിയാം. ഈ ഭൂമിയുടെ സിസ്റ്റത്തിനല്ല
നമ്മൾ ആദ്യതാ അതിമനോഹരമായ ഒരു ഭൂമിയായിരുന്നു അല്ലേ? കർത്താവിന്റെ ഭാഷ നല്ലതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം നല്ലതെന്ന് പറഞ്ഞാൽ എത്ര ഭംഗിയാ. അപ്പൊ കർത്താവിന്റെ ഭാഷ സൃഷ്ടിച്ചിട്ടല്ല നല്ലത് 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 എല്ലാം നല്ലതെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരെണ്ണം നല്ലതെന്ന് പറഞ്ഞിട്ടില്ല. ഏതാണെന്നറിയാവോ? അവിടെ മറ്റേ പുള്ളി ഇരിപ്പുണ്ട്, അതുകൊണ്ടാ അത് പറയാഞ്ഞത്. ബാക്കി എല്ലാം നല്ലതെന്ന് പറഞ്ഞു. ആ നല്ലതെല്ലാം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പറഞ്ഞു, നിന്നാൽ ഭൂമി ശപിക്കപ്പെട്ടു. അതാ പറഞ്ഞത്. കർത്താവിന്റെ ആ ഒരൊറ്റ വാക്കിലാണ് കാലാവസ്ഥ മാറി, മൃഗങ്ങളുടെ സ്വഭാവം മാറി, വൃക്ഷങ്ങളുടെ ക്യാരക്ടർ മാറി, തെങ്ങിന്റെ മേളിൽ കള്ള്, കഞ്ചാവിന് ലഹരി, പാവയ്ക്കായ്ക്ക് കയ്പ്, റോസയ്ക്ക് മുള്ള്, എല്ലാം അന്നേരം കിട്ടിയത്. ഇപ്പൊ സൃഷ്ടിക്കറിയാം ഇതൊരു കേഴ്സാണ്. സൃഷ്ടിക്ക് എങ്ങനെയോ മനസ്സിലായിട്ടുണ്ട് ആ കേഴ്സ് മാറും. അത് റോമർ 8:19. റോമർ 8:19. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ നിങ്ങളെക്കാളും എന്നെക്കാളും കർത്താവിന്റെ വരവിനെ അവരാ നോക്കിയിരിക്കുന്നത്. എന്നാ അറിയാവോ? നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ടാൽ, അടുത്ത വാക്യം വായിക്കാം, വായിച്ചു നോക്കി. സൃഷ്ടി ദ്രവത്വത്തിന്റെ മോർട്ടാലിറ്റി, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും ഒരു ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ അവരുടെ മോർട്ടാലിറ്റി ദ്രവത്വം മാറും. ഇത് സൃഷ്ടിക്കറിയാം. അതാണ് 1000 ആണ്ട് വാഴ്ച. ദൈവമക്കൾ തേജസ്സോടെ വരുമ്പോൾ ഇവിടെ കാണുന്ന ഈ മരമൊന്നും അല്ല, ഇവിടെ യാതൊരു ശാപവുമില്ലാത്ത ഒരു ഭൂമിയാണ്. ആ ഭൂമിക്ക് വേണ്ടി സൃഷ്ടി നോക്കിയിരിക്കുക. അതാണ് സഹസ്രാബ്ദ വാഴ്ച. അവിടെ പ്രൈസ് ദി ലോർഡ്, കർത്താവായ യേശു രാജാവേ, ഞാനും നിങ്ങളും മണവാട്ടിയായ ദൈവമക്കൾ ആരാ? നമ്മളെ നമ്മളും പങ്കാളികൾ. ഇവിടെ 4 കൂട്ടം ആളുകൾ കാണും ഈ ഭൂമിയിൽ. ഭൂമിക്ക് ഒരൊറ്റ പേര്, ദൈവരാജ്യം. എന്റെ പിതാവിന്റെ രാജ്യം, ദൈവരാജ്യം. ഒറ്റ പേരിൽ അറിയപ്പെടും ഭൂമി, ദൈവരാജ്യം. ഇവിടെ 4 വിധത്തിലുള്ള ആളുകൾ കാണും. ആ 4 വിധത്തിലുള്ള ആളുകൾ ആരാന്ന് പറഞ്ഞാൽ അല്പം പുറകോട്ട് പോകാം. അത് നമ്മള് ഒരു കാര്യം പഠിച്ചിങ്ങോട്ട് വന്നാലേ അത് ആ ചാനൽ ശരിയാകത്തുള്ളൂ. നമ്മള് സ്വർഗത്തിൽ ചെല്ലുന്നു, നമുക്ക് എത്ര വ്യത്യാസം കിട്ടും? ഗുഡ്, നിങ്ങൾ നല്ലോണം സഹകരിക്കുന്നു. എത്ര? 6. ആദ്യമേ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും, തേജസ് കിട്ടും. 2 തലയിൽ കിരീടം. 3 പ്രതിഫലം. 4 പേര് മാറ്റും. അച്ചാമ്മയെന്നൊക്കെ വിളിക്കത്തില്ല, പേര് മാറ്റും. 5 പറഞ്ഞാട്ടെ 3 മുദ്ര ഒക്കെ ഓർമ്മയുണ്ടോ? 6 തേജസിന്റെ ആവരണം. 7ാമത്തെ ഒടുവിൽ. ഈ 6 വ്യത്യാസം നമുക്കുള്ളപ്പോൾ ഇതിലെ നമുക്ക് കേൾക്കുന്ന പ്രതിഫലമാണ് 1ാമത്തെ ക്രിസ്തുവിന്റെ ന്യായാസനം. കർത്താവായ യേശുവിന് 7 ന്യായാസനം. അതിലാദ്യത്തെ ന്യായാസനം സ്ഥലം സ്വർഗം, സമയം ഭൂമിയിൽ മഹോപദ്രവം നടക്കുമ്പോൾ. സ്ഥലം എവിടാ? സ്വർഗം. പിതാവാരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയല്ല, പുത്രനെ. യേശു ന്യായാസനത്തിലിരിക്കും. അവിടെ നമുക്ക് പ്രതിഫലം. അത് ശിക്ഷാവിധിക്കല്ല. 1ാമത്തെ ന്യായാസനം നോ കണ്ടമിനേഷൻ ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ശിക്ഷാവിധിക്കാനല്ല, പ്രതിഫലം. 2 കൊരിന്ത്യർ 5:10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ. അടുത്ത വാക്ക് കേട്ടോണം, ഇൻക്ലൂഡിങ് സെന്റ് പോൾ. നാം എല്ലാവരും ഉണ്ടോ? നാം എല്ലാവരും ക്രിസ്തുവിന്റെ. പൗലോസ് അപ്പോസ്തലനോട് വരണം. അത് നമുക്ക് പ്രതിഫലം തരാൻ, ശിക്ഷിക്കാനല്ല. ആ ന്യായാസനം ഓരോരുത്തരെ ഹാജരാക്കും. എന്നിട്ട് കമ്പ്യൂട്ടർ അവിടെ കൊണ്ടുവെക്കും. ഇവിടുത്തെ ഈ സൂത്രമൊന്നും അല്ല, തീ കൊണ്ടൊരു കമ്പ്യൂട്ടർ, ഫയർ കമ്പ്യൂട്ടർ. 1 കൊരിന്ത്യർ 3:11 വായിച്ച് കമ്പ്യൂട്ടർ കൊണ്ടുവെക്കും. 1 കൊരിന്ത്യർ 3:11. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയില്ല. ആദ്യത്തെ നോട്ട് ഈ കർത്താവിന്റെ നാമത്തിലായിരുന്നോ വേറെ വല്ലതും ആയിരുന്നോ? നിന്റെ പേരിൽ വേല ചെയ്തോ, നിന്റെ പേരിൽ വേല ഇറക്കിയോ, അതോ നിന്റെ പേരിന് വേണ്ടി പ്രവർത്തിച്ചോ? ഇതാ നോക്കുന്നത്. യേശുക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ ഭൗതികമോ സ്ഥാനമാനങ്ങളോ പേരോ പ്രശസ്തിയോ ഇട്ടിട്ട് കർത്താവ് വെളിയിലാണെങ്കിൽ ഒന്നും കിട്ടത്തില്ല. വായിച്ചു, അടുത്ത വാക്യം വായിച്ചേ. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി. 2 kinds of constructions. 1
പൊന്നെ, വെള്ളി, വിലയേറിയ കല്ല്. ഒരു സൈഡിൽ. അതെ, അടുത്തത് വിലയേറിയ കല്ല്, മരം, പുല്ല്, മരം, പുല്ല്, വൈക്കോൽ. ഒരിടത്ത് പൊന്നെ, ഒരിടത്ത് വെള്ളി, ഒരിടത്ത് വിലയേറിയ കല്ല് വരും. നമ്മുടെ ഓരോരുത്തരുടെ പ്രവൃത്തി. ഇപ്പുറത്തെ മരം, പുല്ല്, വൈക്കോൽ. മരവും പുല്ലും വൈക്കോലും ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ട്, ഭയങ്കര വലിപ്പമാ അല്ലേ? ഭയങ്കര വലിപ്പമാ. സ്വർണ്ണവും വെള്ളി എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. ഈ വലിയ വലിപ്പമാ, മറ്റേ ശകലേ ഉള്ളൂ. ഈ വലിയ വലിപ്പമുള്ളതേ തമ്പുരാന്റെ ശോധനയുടെ തീയിലോട്ടിടും. ഇത് എന്തിനു വേണ്ടി ചെയ്തു? പത്രത്തിൽ പടം വരാനാണോ? സ്ഥാനമാനത്തിനാണോ? കാശുണ്ടാക്കാനാണോ? എന്തുദ്ദേശത്തിൽ നമ്മളെ പ്രവൃത്തി ചെയ്തു എന്നുള്ള കമ്പ്യൂട്ടറാണ്. ആത്മാർത്ഥമായി കർത്താവിനെ ആരാധിക്കുകയും വചനമറിയുകയും ചെയ്ത് ജീവിക്കുന്നവരുടെ പൊന്നുപോലെ തളർന്നു. എന്നെ ശോധന ചെയ്താൽ അയ്യോ പറഞ്ഞു, ഞാൻ എങ്ങനെ വരും? പൊന്നുപോലെ. നമ്മുടെ പ്രവർത്തികൾ ക്രിസ്തീയ ജീവിതം അവിടെ കമ്പ്യൂട്ട് ചെയ്യും. നമ്മുടെ ക്രിസ്തീയ ജീവിതം അവിടെ കമ്പ്യൂട്ട് ചെയ്യും. അത് ദൈവമക്കളെ, ഞാനും നിങ്ങളും എല്ലാം we all should be very cautious. നമ്മളെ സ്ഥാനമാനങ്ങൾക്കോ പേരിനോ പ്രശസ്തിക്കോ ജഡസുഖങ്ങൾക്കോ മനോവികാരങ്ങൾക്കോ സൗകര്യങ്ങൾക്കോ സ്വാർത്ഥതയ്ക്കോ അല്ല, ദൈവനാമം മഹത്വപ്പെടാനും മണവാളന്റെ മണവാട്ടി എന്ന സ്റ്റാറ്റസ് ശരിക്കും ഉപയോഗിക്കുവാനും മറ്റുള്ളവർ കർത്താവിനെ ഉയർത്തുവാനിടയാകാനും നമ്മൾ പ്രവർത്തിച്ചാൽ അത് പൊന്നായിരിക്കും, അത് വെള്ളിയായിരിക്കും, അത് വിലയേറിയ കല്ലായിരിക്കും. അല്ലാത്തതെല്ലാം മരം, പുല്ല്, വൈക്കോൽ. നോക്കിക്കേ, ദൈവമക്കളെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയോടെ കമ്പ്യൂട്ട് ചെയ്യും. ഈ കസേര ഇട്ടത് ആത്മാർത്ഥത്തോടെ ഇട്ടോ, അത് പൊന്നെ. അതല്ല, ഗരസ്യം ഭാഷയോടൊന്ന് നോക്കുന്നു, ഞാനിവിടെ വന്ന് ഇരുന്നതല്ലേ, എന്നാ പുള്ളിയെ തൃപ്തിപ്പെടുത്തി അന്ന് ഇട്ടേക്കാം, അത് പുല്ല്. നമ്മളെ സഭായോഗത്തിനോ പ്രാർത്ഥനയ്ക്കോ ആരാധനയ്ക്കോ ഹോളിലോ പള്ളിയിലോ എവിടെ പോയാലും ടൈമിങ്ങിന് ആത്മാർത്ഥത്തോടെ വന്നാൽ അത് വെള്ളി. അതല്ല, ഉന്തിത്തള്ളി വന്നാൽ വൈക്കോൽ. എല്ലാം നമ്മുടെ മനസ്സ് സ്തോത്രം. നാളെ ഞാൻ അതിനെക്കുറിച്ച് അല്പം ഒന്ന് പറയാൻ സമയം കിട്ടിയെങ്കിൽ ഈ മനസ്സിന്റെ പ്രവൃത്തി നമ്മുടെ കയ്യിൽ അതിന്റെ ആക്സിലേറ്റർ ഇരിക്കുന്നു. ഇപ്പം പറയാൻ പോയ കുഴപ്പമോ? സ്തോത്രം. അടുത്ത വാക്യം ഒന്ന് വായിച്ചു. അടുത്ത വാക്യം. ആ ദിവസം അതിനെ തെളിവാക്കും. അടുത്ത വാക്യം. അത് തീയോടെ വെളിപ്പെട്ടു. തീയോടെ വെളിപ്പെടും. തീയെന്ന് ഇവിടെ കത്തിക്കുന്ന തീയല്ല, ദൈവം തമ്പുരാന്റെ ശോധന അവിടെ കമ്പ്യൂട്ട് ചെയ്യും. അടുത്ത വാക്യം. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. എനിക്കൊരു നേരത്തെ ഭക്ഷണം ആത്മാർത്ഥയോടെ തന്നതുണ്ടല്ലോ, അവിടെ തിളങ്ങും. ഇങ്ങേരോട് വന്ന് കൂടിയതല്ലേ, ഏതായാലും ഒന്ന് കൊടുത്തേക്കാം, അതവിടെ കത്തിക്കും. ഞാനിവിടെ വന്നതും എന്നെ ദൈവദാസൻ വിളിച്ചു, ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടി 1.5 മണിക്കൂർ തികച്ചേ അങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് 1.5 മണിക്കൂറും തികച്ച് നിങ്ങൾ തന്ന പൈസയും മേടിച്ച് ഞാനും കിട്ടുകാരോട് കയറി പോയാൽ അവിടെ ചെല്ലുമ്പോൾ കത്തിച്ച് കാണും. നീ അവിടെ പോയി പ്രസംഗിച്ചിട്ട് ഒരെണ്ണം ചൊവ്വായില്ല, നിനക്കൊന്നും തരാൻ ഇല്ല. നീ അവിടെ നിന്ന് വല്ലതും മേടിച്ചിട്ടുണ്ട്, അതും അവിടെ പോയി, ഒടുവിൽ ഞാൻ 0. എന്നാൽ ഇവിടെ ഒരാത്മാവിനെ എനിക്ക് നേടാൻ സാധിച്ചാൽ അതവിടെ പൊന്നെ. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ വരും, പക്ഷെ ഒന്നും കിട്ടത്തില്ല, റിവേഴ്സ് ഒന്നും കിട്ടത്തില്ല. ഒന്നാമത്തെ കാര്യം അത്. 2, നമുക്ക് കിട്ടുന്നത് കിരീടമായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതെന്താണെന്നറിയാം അങ്ങനെ വെളിപ്പെടുത്താൻ കാരണം? നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. അവിടെ തട്ടാന്മാരിരുന്ന് മിഷനകത്തിട്ടുണ്ട് കിരീടം, ഓരോരുത്തരുടെയും തലയുടെ അളവെടുത്തിട്ട് ഇങ്ങനെ അടിച്ചു കൂട്ടുന്നതല്ല. ഇത് എഴുതാൻ കാരണം യോഹന്നാൻ ജീവിക്കുന്ന കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉന്നതൻ ആരാന്നറിയാവോ? രാജാവ്. ഒരു രാജ്യത്തിൽ തന്നെ പല രാജാക്കന്മാരുണ്ട്. എന്നാൽ ഒരാളെ രാജ്യം ഭരിക്കത്തുള്ളൂ, ഒറ്റ വ്യക്തിക്ക് കിരീടം ധരിക്കാൻ പറ്റുള്ളൂ. ആ കിരീടം ധരിക്കുന്ന രാജാവിന്റെ പേരാണ് ഗ്രേറ്റ് കിങ്, മഹാരാജാവ്. കിരീടധാരണം, ഒരാൾക്ക് കിരീടം വന്നു. ഇതാണ് അന്നത്തെ മനുഷ്യന്റെ ബുദ്ധിക്കകത്ത് കയറുന്ന ഏറ്റവും വലിയ പൊസിഷൻ എന്ന് പറയുന്നത് കിരീടം വെച്ച രാജാവ്. അതിനപ്പുറം ഒരു പൊസിഷൻ അന്നില്ല. അതിനെയാണ് കാണിച്ചുകൊണ്ട് പറയുന്നത് ദൈവമക്കൾക്ക് കിട്ടാൻ പോകുന്നത് ഉന്നതമായ സ്ഥാനം. എന്നാൽ അതിനെ പൗലോസ് പറയുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുള്ളത് ക്രൗണായിട്ട് കാണിക്കും. നിങ്ങളോ ഞാനോ നാട്ടിലോ ഇവിടെയോ എവിടെ വന്നാലും ഒരു വീട്ടിൽ പോകുന്ന ഒരു മാര്യേജ് അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ്, ഒരു ബർത്ത്ഡേ അനുഭവം, നമ്മളെ ആ വീട്ടിൽ കൊടുക്കാൻ ഒരു പ്രസന്റ് മേടിക്കുന്നു. ആ പ്രസന്റ് കൊണ്ട് നമ്മൾ പോകുന്നു. ആ പ്രസന്റ് നമ്മളെ ഗൾഫ് ടൈം പത്രത്തെ പൊതിഞ്ഞ് ആരും കൊണ്ടുപോകുകയില്ല. കൊണ്ടുപോകുമോ? നാട്ടിലാണെ മനോരമ പൊതിഞ്ഞുകൊണ്ട് പോകത്തില്ല.
ഒരു പ്രസന്റ് അല്ലേ, ഗൾഫ് ടൈമെ പൊതിഞ്ഞുകൊണ്ടാരും പോകത്തില്ല. അതിനുള്ള സാധനത്തിന്റെ പേര് പ്രസന്റേഷൻ റാപ്പർ അല്ലേ. ആ പ്രസന്റേഷൻ റാപ്പറിൽ ഒരാള് ഒരു പാക്കറ്റും വെച്ചുകൊണ്ട് കാറെ പോകുന്ന കണ്ടാൽ അവൻ ശവം അടക്കാൻ പോവുകയല്ല, ഏതോ നല്ല പരിപാടിക്ക് പോവുക. പിന്നെ അതിനകത്ത് എന്നതായിരിക്കുന്നത് മേടിച്ചവനല്ലാതെ ആർക്കും അറിയാൻ പറ്റില്ല ഇല്ലേ. അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ പൊട്ടിച്ചപ്പോഴേ അറിയത്തുള്ളത് എന്നതാണ്. ഇതുപോലെ എന്റെ കർത്താവിന്റെ കയ്യിൽ ഇരിക്കുന്ന നമുക്ക് തരാൻ പോകുന്ന പ്രസന്റേഷൻ റാപ്പറിന്റെ പേര് അക്രൗഡ്. അതിനകത്ത് എന്നതാവുള്ളത് കർത്താവിനെ അറിയാവുള്ളൂ. മറ്റേ പുള്ളി ഒന്ന് ഓടിച്ചു വിട്ട് 5 കിരീടം. ഒന്നാമത്തെ കിരീടം ആർക്കാണെന്നറിയാവോ? ഇടയന്മാർക്ക്. അവർ ഈ കഷ്ടപ്പെടുന്നതിനും ഭാരപ്പെടുന്നതിനും അവർക്കാണ് ആദ്യം. വായിക്കാം 1 പത്രോസ് 5:4 ഒന്ന് വായിച്ച്. 1 പത്രോസ് 5:4. എന്നാൽ ഇടയ ശ്രേഷ്ഠൻ കർത്തൃത്വം നടത്തുന്നതിനായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീർന്നുകൊണ്ടും ആട്ടിൻകൂട്ടത്തിനും വീട്ടുകാർക്ക് മാതൃകയായിരിക്കണം ഞങ്ങള്. അല്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല. ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി. അടുത്ത കേട്ടോണം. ആട്ടുകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം. അതാണ് ഈ ഗരസീം ഭാഷക്കും ഇവർക്കൊക്കെ കിട്ടാൻ പോകുന്ന സാധനമാകും. ദൈവദാസന്മാർക്ക്, ഇവിടിരിക്കുന്ന ദൈവദാസന്മാർ, ഇടയന്മാർക്ക് കിട്ടുന്നതാണത്. തേജസ്സിന്റെ വട. റാപ്പറാണ് അതിനകത്തിരിക്കുന്നത്. എനിക്കറിയാൻ പറ്റുന്നതാണ്. ഞാൻ റാപ്പറിന്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് പ്രസന്റേഷൻ ഞാൻ തമരനെ അറിയാവുള്ളൂ. 2, ഈ ലോകത്തിന്റെ മാലിന്യമേൽക്കാതെ വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് ഒരു റാപ്പറുണ്ട്. 1 കൊരിന്ത്യർ 9:25 വായിക്കാം. ഈ ലോകത്തിന്റെ മാലിന്യമേൽക്കാതെ, ഈ ലോകത്തിന്റെ കറയേൽക്കാതെ, ഇതിന്റെ പുറകെ ഓടാതെ കർത്താവിന്റെ സാക്ഷിയായി വിശുദ്ധിയിൽ നിൽക്കുന്ന ദൈവമക്കൾക്കുള്ള പ്രതിഫലം വായിച്ചേ. 1 കൊരിന്ത്യർ 9:25. അംഗം പൊരുതുന്നതിനൊക്കെയും സകലത്തിലും വർധനമാചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടം. മനസ്സിലായോ? അത് ഈ ലോകത്തിന്റെ മാലിന്യമേൽക്കാതെ ഞാൻ ജീവിക്കും. പ്രൈസ് ഗോഡ്. വിടിരിക്കുന്ന ദൈവമക്കൾക്ക് നിങ്ങൾക്കത് ബാധകമാണ്. ഈ ലോകത്തിന്റെ മാലിന്യമേൽക്കാതെ ജീവിച്ചാൽ അവിടെ വിളിച്ചിട്ട് അത് ആ പ്രതിഫലം തരും. 3, വിശ്വാസത്തിന് വേണ്ടി പിടിച്ചു നിൽക്കുന്നവർക്ക് 2 തീമോഥെയോസ് 4:7. ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു. ഇനി എന്തോ കിരീടമാ? ആ റാപ്പറിന്റെ പേരാ നീതിയുടെ കിരീടം. ഇതെല്ലാം റാപ്പർ, പ്രസന്റേഷൻ റാപ്പർ. വിശുദ്ധിയിൽ ലോകത്തിന്റെ മാലിന്യമേൽക്കാതെ ജീവിക്കുക. അടുത്തത് എന്തുവാ? വിശുദ്ധന്മാർ ഒരിക്കലായി പരമേൽത്തിരിക്കുന്ന വിശ്വാസത്തിനകത്ത് മായം കലർത്തരുത്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. വെറുതെ ഓടി തികച്ചാൽ ഒക്കത്തില്ല. വിശ്വാസം കാക്കണം. എന്താണ് ഈ വിശ്വാസം? തമ്പുരാൻ തന്നിരിക്കുന്ന കൽപ്പന പ്രകാരമുള്ള ക്രൈസ്തവ ജീവിതം. ട്രാക്ക് തെറ്റി ഓടിയ ലോകത്തിൽ പോലും സമ്മാനം. ട്രാക്ക് തെറ്റി ഓടിയ ഒന്നാമനായ പുകളം പറയും. കറക്റ്റ് ട്രാക്കിൽ കൂടെ പോകണം. ഉപദേശമാകുന്ന ട്രാക്ക്, തിരുവചനത്തിലെ ഉപദേശമാകുന്ന ട്രാക്കിൽ കൂടി പോയാൽ വെറുതെ. ഉപദേശം തെറ്റിച്ചാൽ ഒരു സമ്മാനവും കിട്ടുകയില്ല. ഉപദേശത്തിനകത്ത് മായം കലർത്താനോ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യാനോ പാടില്ല. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളെപ്പോലത്തെ ദേവദാസന്റെ കാര്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഒരു വസ്തു ഞാൻ അന്യന്റെ കഴിക്കത്തില്ല, മോട്ടിക്കത്തുമില്ല, മോഹിക്കത്തുമില്ല. നല്ല തീരുമാനം. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കുന്നു. അപ്പൊ അടുത്ത് വേറെ ഈ കൃപയൊന്നും ഇല്ലാത്ത ആത്മീയമല്ലാത്ത ഒരാളെ താമസിക്കുന്നത്. നമ്മുടെ ദേവദാസന്റെ ചെറുപ്പക്കാരും കൊച്ചു മിടുക്കൽ പിള്ളേരുണ്ട്. ദേവദാസനാണ് കറക്റ്റ് വചനം പറയാൻ അറിയാം. പിള്ളേർക്ക് നല്ല ഉന്നം നോക്കി അറിയാനും. ഇങ്ങനെ ഇരിക്കുമ്പോ അതിലൊക്കെ ഈ ആത്മീയമൊന്നും ഇല്ലാത്ത ആളിന്റെ കോഴി ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഈ കൊച്ചറ ഒറ്റ കീറി കോഴി. അന്നേരതാണ് അപ്പം ഭാര്യ കണ്ടോണ്ട് നിൽക്കുക. ഭാര്യ കയറിയ കോഴിയെ പൊക്കി എടുത്തോണ്ട് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്തോളി. അപ്പം ഒന്ന് ഭർത്താവിനോട് പറഞ്ഞു, ചായ നമ്മുടെ ചെറുക്കൻ ഞാൻ കോഴി പോയി ഓടി അങ്ങോട്ട് ചെന്ന് കോഴി എന്ന് പറഞ്ഞാൽ അവർ വല്ലതൊക്കെ വിളിച്ചു പറയും. ഒരു കാര്യം നമുക്ക് അടുത്ത ഞായറാഴ്ച പൈസ ഒക്കെ കിട്ടുകയും ഒരു കോഴിയെ മേടിച്ചെന്ന് പകരം കൊടുത്തിട്ട് പറഞ്ഞാൽ ഇങ്ങനെ എൻ്റെ കൊച്ചൻ എറിഞ്ഞതായിരുന്നു, ഞങ്ങൾ നിങ്ങൾ ക്ഷോഭിക്കുന്നുമുണ്ട് തരാഞ്ഞത്, ഇപ്പൊ ഞങ്ങൾക്ക് പൈസ ഉണ്ട്, ഒരു കോഴിയെ മേടിച്ചെന്നേക്കാം. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു, നീ അതിലെ ശരിയാ കഴിച്ചേക്ക് പോകും, പക്ഷെ അപ്പൊ ഈ കോഴിയോ അത് നമുക്ക് കറി വെച്ചെടുത്ത് കഴിച്ചേക്കാം, നമ്മൾ പൈസ കൊടുക്കാൻ പോലെ. ഉടനെ ദേവദാസൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ കുഞ്ഞമ്മേ നീയും പിള്ളേരും കഴിച്ചു, എനിക്ക് തരണം, കാരണം ഇത് അന്യൻ്റെതാ, ഞാൻ കഴിക്കത്തില്ല. പിന്നെ ഞാൻ ഏതായാലും
പുള്ളിക്കാരത്തി കറിയെല്ലാം വെച്ച് ഉച്ചയ്ക്ക് ഒന്നിച്ച് കഴിക്കാൻ തിരിക്കുക. ഇന്നത്തെ ഈ ബ്രോയിലറല്ല, പഴയ നാടൻ കോഴിയാ. കറി വെച്ചാൽ നല്ല മണോ. ഇവര് ടേബിളിൽ ഇങ്ങനെ കഴിക്കുമ്പോ അപ്പൊ പുള്ളിക്ക് കൊടുക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഭാര്യ ഇങ്ങനെ വിളമ്പി കൊടുത്ത് ഭർത്താവിന് കൊടുത്തില്ല, പുള്ളി എനിക്ക് വേണ്ടത്. അത് കവർ ചെയ്ത് മക്കൾക്കെല്ലാം കൊടുത്തു. കോഴിയുടെ കറിയുടെ മണം വന്നിട്ട് പുള്ളിക്ക് ഇരിക്കല്ലേ. എന്നാ പറഞ്ഞിട്ടുണ്ട് അന്യത്തി ഒന്നും എനിക്ക് വേണ്ട. ഉടനെ പുള്ളി ചോദിച്ചു, കുഞ്ഞമ്മേ എന്തോ കോഴി ആരുടെയാ? അത് അപ്പുറത്തെ മാത് കുട്ടിടിയാ. ഈ മസാലയൊക്കെ ആരുടെയാ? അത് നമ്മുടേതാ. എന്നാ ചാറ് ഇങ്ങോട്ട് ഒഴിച്ചേക്കാം. കുഞ്ഞമ്മയ്ക്കത് കേൾക്കുന്ന താമസമുള്ള ഭർത്താവിനെ ഒരു ശകലം എങ്ങനെയും കഴിപ്പിക്കണമെന്നല്ലേ പുള്ളിക്കാരുടെ ആഗ്രഹം. ആ വെപ്രാളത്തിന് പുള്ളിക്കാരത്തി അങ്ങോട്ട് കമത്തുകയും 2 കഷണം താഴോട്ട് വിട്ടപ്പം പുള്ളിക്കാരത്തി സ്പൂൺ കൊണ്ട് പിടിച്ചപ്പോൾ പറഞ്ഞു, അത് ചെയ്യരുത്, സ്വമേധാ വരുന്നൊന്നും തടയരുത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രവൃത്തി ഇങ്ങനൊന്നുമല്ല. വചനമാകുന്ന ട്രാക്കിൽ കൂടി മാനസാന്തരം, വീണ്ടും ജനനം, വിശ്വാസ സ്നാനം, വേർപാട്, ആരാധന, കർത്തൃമേശ, വിശുദ്ധി, പ്രത്യാശ, കാത്തിരിപ്പ്, അവിടെ സമ്മാനം. അവിടെ സമ്മാനം ആരായാലും ഏത് മിടുക്കനായാലും ഇതില്ലാത്ത ഒരു വ്യക്തിക്ക് സമ്മാനം കിട്ടത്തില്ല. അതാണ് പറയുന്നത്, ഞാൻ വിശ്വാസം കാത്തു. ഒരു സഭയുടെ വിശ്വാസം കാക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. നോ, ദൈവത്തോടുള്ള വിശ്വാസം. 4ാമത്തെ കിരീടം ദൈവദാസന്മാർക്ക് എന്തുവാ കിരീടം? തേജസ്സിന്റെ കിരീടം. 2 ലോകത്തിന്റെ മാലിന്യമേൽക്കാതെ ജീവിക്കുന്നവർക്ക് വാടാത്തത്. 3 വിശ്വാസം കാക്കുന്നവർക്ക് നീതിയുടെ കിരീടം. 4 യാക്കോബ് 1:12 പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വായിച്ചേ, 4ാമത്തെ കിരീടം. ഇവർ നിങ്ങളുടെ പോരാട്ടം വരരുത്. ജീവകിരീടം. പരീക്ഷ. എന്തെല്ലാം കഷ്ടതകളും ശോധനകളും നിങ്ങൾക്കും എനിക്കും ഉണ്ട്, ഇല്ലേ? ആത്മീയമുണ്ട്, ഭൗതികവും. പേഴ്സണലുണ്ട്, അല്ലാത്തതുണ്ട്. ജോലിയിൽ പരീക്ഷയില്ലേ? വീട്ടിൽ പ്രശ്നമില്ലേ? ചിന്തിച്ചു നോക്കിക്കേ. എല്ലാ കാര്യങ്ങളിലും പരീക്ഷയില്ലേ? പേടിക്കണ്ട. അത് സഹിച്ചാൽ അത് അവിടെ കാണിക്കും. അവിടെ കിട്ടുന്ന കിരീടം എന്തുവാ? ജീവകിരീടം. ജീവകിരീടം. റാപ്പറിന്റെ പേരാ ഞാൻ പറയുന്നത്. അകത്തെ എന്നാ അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. ഒടുവിലായി ആത്മാക്കളെ നേടുന്നവർക്ക് ഒരു കിരീടമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കിരീടം അതാ. ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞാൽ മതി, ഒരു വ്യക്തിക്ക് ഒരു ആശ്വാസവാക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അല്ലാതെ എല്ലാത്തിനും കൊണ്ട് ഞാൻ വേറൊന്നുമല്ല. ഒരു വ്യക്തിയോട് കർത്താവിനെ കുറിച്ച് പറയുക വേണ്ട. ഒരു വ്യക്തി ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഒരു വാക്ക് ആശ്വാസം പറയുക. ഒന്ന് ഫോൺ എടുത്ത്, അമ്മ ഞാനൊന്ന് പ്രാർത്ഥിക്കാം, അച്ഛാ ഞാനൊന്ന് പ്രാർത്ഥിക്കാം, മോളെ ഞാനൊന്ന് പ്രാർത്ഥിക്കാം. അവർക്കൊരു കിരീടം. ആ കിരീടത്തിന്റെ പേരാണ് ക്രൗൺ ഓഫ് ബോസ്റ്റിംഗ്. 1 തെസ്സലോനിയർ 2:19 ഒന്ന് വായിച്ചേ. തെസ്സലോനിയർ 2:19 ഒന്ന് വായിച്ചേ. നിങ്ങളല്ലയോ നമ്മൾ ഒരു വ്യക്തിയെ ഒന്ന് ആശ്വസിപ്പിച്ചാൽ അതവിടെ കർത്താവ് കോടാകോടി വിശുദ്ധന്മാരുടെ നടുവിലാ പ്രശംസിക്കുന്നത്. എന്നിട്ടാ ഇങ്ങോട്ട് തരുന്നത് 5 കിരീടത്രായി 5. നേരത്തെ അവരുടെ കിട്ടിയിട്ടില്ലേ തലേ? ഇല്ലേ? എന്തുവാ? പൊൻകിരീടം കോമൺ. 6 കിരീടം. 1ാമത്തെ ന്യായാസനം. ഞാൻ ഈ 1000 മണ്ണിലേക്ക് വരുന്നതിന് മുമ്പാ 1ാമത്തെ ന്യായാസനം. അവിടെ ചെല്ലുന്ന വിശുദ്ധന്മാരെ ന്യായം വിധിച്ച് പ്രതിഫലം. 2ാമത്തെ ന്യായാസനം പഴയ നിയമ വിശുദ്ധന്മാരെ ന്യായം വിധിക്കാൻ. എബ്രായർ 11:13 ഒന്ന് വായിച്ചേ. എബ്രായർ 11:13. എബ്രായർ 11:13. ഇവർ എല്ലാവരും വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അയ്യോ, അവർ വിശ്വാസത്തിൽ മരിച്ചവരാ. അവർക്കും പ്രതിഫലം കൊടുക്കണം. അവർക്ക് അവിടെ ഫലം. 3ാമത്തെ ന്യായാസനം മഹോപദ്രവത്തിലെ രക്തസാക്ഷികളെ അവിടെ ന്യായം വിധി. അതിനെ അവരെ ഉയർപ്പിച്ചത്. മനസ്സിലായോ? 4ാമത്തെ ന്യായാസനത്തിലേക്ക് ഞാൻ വരിക. അത് പറയാനാ. ഈ 3 ന്യായാസനം സ്വർഗത്തിലാണ്. 4ാമത്തെ ന്യായാസനം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31-ാം വാക്യം വായിക്കാം. എന്താണ് ഈ ന്യായാസനം? സത്യയുടെ പല സഹോദരന്മാരും പ്രിയപ്പെട്ട ഒരു ആദ്യ അവസാനം ഈ ക്ലാസ് സംബന്ധിക്കുന്നവരുണ്ട്. അവരെന്നോട് 2-3 പ്രാവശ്യം ചോദിച്ചു, 1000 ആണ്ടിൽ ഈ ഭൂമിയിൽ ആരെല്ലാം കാണുന്നു? അത് പറയാനാ ഞാൻ ഈ പുറകിൽ നിന്ന് ഇത്രയും കൊണ്ടുവന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ഹർമഗദോൻ യുദ്ധം കഴിഞ്ഞു, സ്ഥലമെല്ലാം ക്ലീനായി, 1000-ാം ആണ്ടിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. കർത്താവായ യേശു ഭൂമിയിൽ തേജസ്സോടുണ്ട്, നമ്മളുമുണ്ട്. 1ാമത്തെ ന്യായാസനം ദൈവമക്കൾക്ക് പ്രതിഫലം തരാൻ. 2ാമത്തെ ന്യായാസനം പഴയ നിയമ വിശുദ്ധന്മാർക്ക്. 3ാമത്തെ ന്യായാസനം ആർക്കാ? മഹോപദ്രവ രക്തസാക്ഷികളെ. 4ാമത്തെ ന്യായാസനം ഈ ലോകത്തിലെ ജാതികൾ. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇന്ന് മഹോപദ്രവ അങ്ങനെ സങ്കല്പിച്ച്, വെറുതെ സങ്കല്പിച്ച്, ഇന്ന് മഹോപദ്രവ കാലം തീർന്നു, അർമഗദോൻ യുദ്ധം.
ഈ അർമഗദ്ദോൻ യുദ്ധം കഴിയുമ്പോൾ ഈ ലോകത്തിൽ ഒത്തിരി ആളുകളില്ലേ, പബ്ലിക് ഇല്ലേ, അവരെ മുഴുവൻ അവിടെ കൊണ്ടുവരും. മഹോപദ്രവത്തിന്റെ അവസാനം ലോകത്തിൽ ശേഷിച്ചിരിക്കുന്ന ഹോൾ പോപ്പുലേഷൻ അവിടെ വന്നിരിക്കും. വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ടു കർത്താവിന്റെ വരവിൽ. അന്നേരം ഒത്തിരി പേര് മരിക്കും. നമ്മളെ ചിന്തിച്ചു. പിന്നെ ഈ ലോകത്തിലൊരു പോപ്പുലേഷൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ആ പോപ്പുലേഷനിൽ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക. 7 വർഷം കഴിയുമ്പോൾ, യുദ്ധം കഴിയുമ്പോൾ ലോകത്തിൽ പോപ്പുലേഷൻ ഇല്ലേ? മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടല്ലോ. ആ പോപ്പുലേഷൻ ക്രിസ്ത്യാനികളല്ല, ക്രിസ്ത്യാനികളെ ഒന്നും അവിടെ ഇല്ല. അതെല്ലാം 3.5 വർഷം കഴിഞ്ഞപ്പം ആര് കൊന്നു? കൈവിടപ്പെട്ട ക്രിസ്ത്യാനികളെല്ലാം ആര് തകർത്തു? ആന്റിക്രൈസ്റ്റ് തകർത്തു. അപ്പൊ അവരാരുമില്ല. അപ്പൊ ജാതികൾ. മനസ്സിലാകുന്നു, വിശ്വസിക്കുന്നു. രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ കർത്താവിന്റെ വരവിൽ പോകും. രക്ഷിക്കപ്പെടാത്ത ക്രിസ്ത്യാനികൾ അവിടെ തുടരും. എതിർക്രിസ്തുവിന്റെ മേളിൽ ഒത്തിരി സ്വാധീനം കാണും. 3.5 വർഷം കഴിയുമ്പോൾ അവൻ തകർക്കും. അപ്പം ക്രിസ്ത്യൻ വേൾഡ് ഈ ഭൂമിയിൽ ഇല്ല. ഹർമഗദോൻ യുദ്ധം നടക്കുമ്പോൾ ക്രിസ്ത്യൻ വേൾഡ് ഇല്ല. അപ്പൊ ലോകത്തിലെ ജെന്റൈൽസ്, ജാതികളാണ്. അവരെ മുഴുവൻ അവിടെ കൊണ്ടുവരും. എന്നിട്ട് ഇടത്തും വലത്തും തിരിക്കും. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അന്ത്യന്യായ വിധിയാണ്. അല്ല, ചെമ്മരിയാളുകളെയും കോലാളുകളെയും തിരിക്കുന്ന പോലെ ഡിമാർക്കറ്റ് വലത്തുള്ളവർ പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര് വരുവീൻ, നിത്യത തരാമെന്നല്ല പറഞ്ഞത്. ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയ രാജ്യം അവകാശമാക്കാൻ. ആ വാക്യം മനസ്സിലായോ? 25-ന്റെ 34 ഒന്ന് വായിച്ചേ. എന്തോ അവർക്ക് കൊടുക്കാൻ പോകുന്ന പ്രതിഫലം ശ്രദ്ധിക്കണേ. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം. നോക്കിക്കേ, നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യതയല്ല, പിന്നെ എന്തുവാ? രാജ്യം. നിങ്ങൾ സഹകരിച്ചേ, മറ്റേ പിള്ളേർ ഓടിച്ചു വിട്ടേ. എന്തുവാ കൊടുക്കുന്നത്? രാജ്യം. ഏത് രാജ്യം? ദൈവരാജ്യം. ദൈവരാജ്യം. അവരെ ദൈവരാജ്യത്തിനോട് പ്രവേശിപ്പിക്കാൻ പോവുക. 1000 ആണ്ട് വാഴ്ച തുടങ്ങാൻ പോവുക. അപ്പം പറയും, എനിക്ക് വിശന്നു, നിങ്ങള് ഭക്ഷണം തന്നു, ദാഹിച്ചു, നിങ്ങള് കുടിക്കാൻ തന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു, തടവിലായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു, ഞാൻ നഗ്നനായിരുന്നു. കർത്താവ് എപ്പോഴും ഈ 3.5 വർഷത്തെ പരശുശ്രൂഷയെ കർത്താവ് രോഗിയായിട്ട് കിടന്നിട്ടുണ്ടോ? നിങ്ങൾ പറ. രോഗസൗഖ്യമാക്കിയല്ലോ ഉള്ളോ? നഗ്നനായിട്ടുണ്ടോ? കർത്താവ് ജയിലിൽ പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എപ്പോഴാ അവര് ചോദിക്കുന്നത്, എന്റെ പൊന്നു കരുതി എപ്പോഴാ നീ അങ്ങനെ വന്നത്? നിന്നെ ഞങ്ങളങ്ങനെ കണ്ടല്ലോ രോഗിയായിട്ട് നടന്നില്ല വന്നു. ഉടനെ പറഞ്ഞു, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് ചെയ്തിടത്തോളം എനിക്കും ചെയ്തു. ആരാ കർത്താവിന്റെ സഹോദരന്മാർ? ആരാ പറഞ്ഞത്? ഐ അപ്രീഷിയേറ്റ്. പിന്നെ യഹൂദന്മാരെ മഹോപദ്രവത്തിലോ ഏത് കാലത്തിലോ 1 കപ്പ് വെള്ളമെങ്കിലും കൊടുത്ത് സഹായിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് ഒരു ഗുഡ് ഡെൻഡറി 1000 ആണ്ട്. നിത്യതയല്ല, നിത്യതയല്ല. സൗദി അറേബ്യ മുതൽ സുൽത്താനേറ്റ് ഓഫ് ഒമാൻ വരെ കിടക്കുന്ന സഹോദരങ്ങളാ. ഇപ്പോൾ അവർക്ക് വൈരാഗ്യമാണെങ്കിലും കർത്താവ് അവരുടെ മെന്റാലിറ്റി മാറ്റി. അതിന്റെ അടയാളമാണ് ഞാൻ പറഞ്ഞത്. ഈ കീരി പാമ്പ് പോലിരിക്കുന്ന കൂട്ടരെ പ്രതിനിധീകരിച്ച് ഈ കഴിഞ്ഞ മെയ് 25-ന് ഇസ്രായേൽ പ്രസിഡന്റ് ഷൈമൻ പെരസും ഹമാസ് മുഹമ്മദ് അബ്ബാസ് PLOയുടെ ചെയർമാനും കഴിഞ്ഞ മെയ് 25-ന് വേൾഡ് എക്കണോമിക്കൽ ഫോറത്തിൽ കണ്ട് മുഖാമുഖം കണ്ട് കെട്ടിപ്പിടിച്ചിട്ടു. അപ്പോൾ സൈമൻ പെരസ് ഇസ്രായേലിന്റെ പ്രസിഡന്റ് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ അംഗീകരിച്ചേ തീരൂ, ഞങ്ങൾ അംഗീകരിക്കും. അദ്ദേഹം പറഞ്ഞു, കൈ കൊടുത്തേച്ച് പറഞ്ഞ ഫോട്ടോഗ്രാഫ് വരെ എന്റെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പ്രധാനമന്ത്രി ഈ ബെന്യാമിൻ നെതന്യാഹുവിനെ ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി, കാര്യം അടുത്തടുത്ത് വരിക, ഈ വൈരാഗ്യമൊക്കെ മാറും. എന്റെ കർത്താവ് ഉണ്ടല്ലോ, ഇവരെ സൃഷ്ടിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. അല്ലെ പണ്ട് ആ മരുഭൂമിയിൽ ഇട്ട് തകർത്താ മതി. ഒരു മണിക്കൂർ വെള്ളം കൊടുക്കാതിരുന്ന ഇത് തട്ടിപ്പോയ ഞാൻ നാടൻ ഭാഷ പറഞ്ഞ ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. വെന്റിലേറ്ററിൽ കിടക്കുന്ന അമ്മച്ചിയുടെ സൂത്രം ഊരിയ അമ്മച്ചി തീർന്നു. ഇതുപോലെ ഇവൻ അവിടെ മരുഭൂമി കിടന്നപ്പോ 1 മണിക്കൂർ നേരത്തേക്ക് വെള്ളം കൊടുക്കാതിരുന്നെങ്കിൽ ഇത് ഉണ്ടാകത്തില്ല. അപ്പൊ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ ഇതായിരിക്കും, ഇവർക്കൊരു എൻട്രൻസ് കിട്ടും. അതുപോലെ യഹൂദന്മാരെ ആരെല്ലാം സഹായിച്ചോ അവർക്ക് കിട്ടും. ദൈവമക്കളെ, ഇതൊരു നിഴല. ഇന്നൊരു ദൈവ പൈതലിനെ, ഒരു ദൈവദാസനെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമുണ്ട്. യേശുവിന്റെ നാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ 1 കപ്പ് വെള്ളം കുടിക്കാൻ കൊടുത്തിട്ടുണ്ടോ പ്രതിഫലം? അവർക്ക് ഒരു കാര്യം ഓർത്തോണം, നിത്യരാജ്യമല്ല നിത്യതയല്ല പറഞ്ഞത്. എവിടെയാ? ദൈവരാജ്യത്തിൽ
അടുത്ത ഒരു കാര്യം ശ്രദ്ധിച്ചോണം. യേശുവിന്റെ രക്തത്തിൽ പാപം മാറിയവരല്ല ഇവരാണോ? ആണോ? അല്ല. പക്ഷെ ഇവർ പാപം ചെയ്യത്തില്ല. കാരണം ഇവരുടെ പാപം ഫ്രീസ്. എന്തുകൊണ്ട്? സാത്താൻ ഈ ഭൂമിയിൽ ഇല്ല. നിങ്ങൾ മീറ്റും ഫിഷും മേടിച്ച് ഫ്രീസറിൽ വെച്ചാൽ ഒരു ബാക്ടീരിയയും കയറത്തില്ല. എന്താ കാര്യം? ഡീപ് ഫ്രീസ്. ഇതുപോലെ പാപം ഈ ഭൂമിയിലില്ല. സാത്താൻ ഇതൊന്നുമില്ലാത്തതുകൊണ്ട് ഈ ഭൂമിയിൽ പാപമില്ല. ഇവർ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരല്ലാതെ ഓർത്തോണം. എങ്കിലേ നമുക്ക് ഇത് മുന്നോട്ട് വരാനൊക്കത്തുള്ളൂ. യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരല്ല ഇവർ. യഹൂദന്മാർക്ക് സഹായം ചെയ്തതിന് ഇവർക്ക് ഒരു ഗുഡ് എൻട്രി കൊടുത്തതാണ്. അവരായിരം ആണ്. നോക്കിക്കേ, 4 വിധത്തിലുള്ള ആളുകൾ കാണും 1000 ആണ്ടിൽ. തേജസ്സിന്റെ ശരീരത്തിൽ 2 കൂട്ടര്, സാധാരണ ശരീരത്തിൽ 2 കൂട്ടർ. തേജസ്സിന്റെ ശരീരത്തിൽ ദൂതന്മാർ 2, നിങ്ങളും ഞാനും വിശുദ്ധന്മാരും. കൃപയുള്ളതാണെങ്കിൽ അവൻ ചെന്ന് വെക്കണം. ഇവിടെ കിടന്ന് കറങ്ങിയാൽ നടക്കത്തില്ല. കർത്താവിന്റെ പേരിൽ എടുക്കപ്പെട്ടാൽ നമ്മുടെ ശരീരം തേജസ്സിന്റെ നമ്മളിവിടെ. ഇനി ഒരു കൂട്ടരോട് വരും, വായിക്കാം. എഗസ്കേൽ 20:35. എഗസ്കേൽ 20:35. യഹൂദന്മാരോട് പറയാം. നോക്കിക്കേ, എന്നെ നോക്കാം. കൊച്ചു വായിക്കുന്നതിന് ഞാൻ പറയാം. മഹോപദ്രവത്തിൽ യഹൂദന്മാർ ഒരു കൂട്ടരെ, എതിർക്രിസ്തുവിന്റെ ജീനുള്ള സെറ്റുകളെ, ആ കൊലത്തിൽപ്പെട്ടവരെ അവന് സപ്പോർട്ട് ചെയ്തിരിക്കും. അല്ലാതെ നിന്ന് സഹിച്ചവരുണ്ട്. ഏതാ? മരുഭൂമിയിൽ തിരിച്ചു വന്നവർ മുഴുവൻ യഹൂദന്മാരെ അവിടെ നിർത്തും. പലസ്തീന് തെക്കൊരു മരുഭൂമിയുണ്ട്. വായിച്ചാൽ മോളെ, വേഗം വായിച്ചേ. യെസ്. അടുത്തത് യെസ്. അടുത്തത് ഈജിപ്തിന്റെ സമീപമുള്ള മരുഭൂമിയിൽ നിന്നെല്ലാം കൊണ്ടുവരും. മുഴുവൻ യഹൂദന്മാരെ കൊണ്ടുവരും. അപ്പോൾ എതിർ ക്രിസ്തുവിനോട് റെസിസ്റ്റ് ചെയ്ത് നിന്ന യഹൂദന്മാരെ മുഴുവൻ 1000 ആണ്ടിൽ പ്രവേശിപ്പിക്കും. അല്ലാത്തവരുടെ പറയുന്നുണ്ട്, നിയമം വെച്ച് പിടിക്കും, നിയമത്തിന്റെ കോൽ വെക്കും. വായിക്കാം മോളെ. ഏത് കോലാന്നറിയാവോ? കമാൻഡ്മെന്റ്, കൽപ്പനയാകുന്ന കോൽ, അളവുകോൽ. കൽപ്പനയാകുന്ന കോൽ. എന്തുവാ കൽപ്പന? നിനക്കൊരു വിഗ്രഹം ഉണ്ടാകരുതേ, ദേഹത്ത് പാട് ഏൽപ്പിക്കരുത്. ഈ കൽപ്പന കൊണ്ട് വെക്കും. ഇത് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുള്ളവനെ എല്ലാം നിത്യദണ്ഡനം, ചെയ്യാത്തവരെല്ലാം 1000 ആണ്ട്. അപ്പോൾ സാധാരണ ശരീരത്തിൽ 2 കൂട്ടുകൾ, മജ്ജയും മാംസവുമുള്ള ശരീരം. ആരൊക്കെയാ? ജാതികളിൽ നിന്നും യഹൂദന്മാരെ സഹായിച്ചവരൊരു കൂട്ടര്, പിന്നെ യഹൂദന്മാരിൽ എതിർ ക്രിസ്തുവിനോട് റെസിസ്റ്റ് ചെയ്ത് ചെറുത്ത് നിന്ന് കഷ്ടം സഹിച്ചവർ ശരീരമാണ്. അവർക്ക് നമ്മുടെ ശരീരമാണ്. അവരെ ഈ 2 കൂട്ടരും മജ്ജയും മാംസവും ഉള്ള ശരീരം. അവർക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, അവർക്ക് പല്ലുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്. നമുക്കിതൊന്നുമില്ല. എല്ലാം നമ്മളെ തേജസ്. ഈ 4 കൂട്ടരാണ് ഇവിടെ. എവിടെ? 1000 ആണ്ട്. 1000 ആണ്ടിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ നമ്മുടെ അന്ത്യന്യായവിധി പറയാനൊക്കത്തില്ല. എങ്കിലും ഒന്ന് കാര്യം പറയാം. ആദ്യമേ തമ്പുരാൻ ചെയ്യാൻ പോകുന്നത്, ആദ്യത്തെ എയർ കണ്ടീഷൻ കണ്ടുപിടിച്ച് അമേരിക്കക്കാരൊന്നുമല്ല, ആദ്യത്തെ എയർ കണ്ടീഷൻ കിടന്ന കർത്താവ്. 20 ലക്ഷത്തിന് മേളിലാണ് എയർ കണ്ടീഷൻ ചെയ്തത്. നമ്മൾ ഇന്ന് ഒരു മുറിയില് 2 ടൺ വെച്ചാലും വലിയ കൂടിയ പരിപാടിയാണെന്നാ. അന്ന് 20 ലക്ഷത്തിനാണ് വെച്ചത് എയർ കണ്ടീഷൻ. ഇനി ചെയ്യാൻ പോകുന്ന എയർ കണ്ടീഷൻ ഒന്നുമല്ല. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഭൂമിയുടെ മുഴുവൻ കാലാവസ്ഥയെ മാറ്റും. വേഗം വായിക്കണം. യെശയ്യാവ് 30:26. യെശയ്യാവ് 30:26. ദൈവമക്കളെ, ചൂടല്ല, പ്രകാശമാണ്. സൂര്യൻ 7 മടങ്ങ് പ്രകാശം, ചന്ദ്രനും 7 മടങ്ങ് പ്രകാശം. ഇന്ന് ചൂടാ. അതങ്ങോട്ട് മാറ്റിയിട്ട് ഈ സോളാർ മാഗ്നറ്റോസ്ഫിയർ എല്ലാം തകർന്നു പോയ ആ സൂര്യനെ തമ്പുരാനൊന്ന് റീകണ്ടീഷൻ ചെയ്യും. ആ തമ്പുരാൻ റീകണ്ടീഷൻ ചെയ്ത് കഴിയുമ്പോൾ അതിന് പിന്നെ ചൂടില്ല, അതിന് പ്രകാശം. ലോകത്തിൽ വിറക് കത്തിച്ചാൽ ചൂടാ, സ്പിരിറ്റ് കത്തിച്ചാലും ചൂടില്ല. ഇതുപോലെ ആ സൂര്യന്റെ ഹൈഡ്രജൻ കത്തി ഹീലിയമാകുന്ന പരിപാടി മാറ്റും. അതിനകത്ത് വേറെ സാധനമുണ്ട്. നക്ഷത്രം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു സാധനം. അതിനകത്ത് നക്ഷത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇരുമ്പിനേക്കാൾ കനമുള്ളൊരു സാധനമുണ്ട്. അതിന്റെ പേര് ടെക്നീഷ്യം. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ തമ്പുരാൻ അവിടെ വേറെ പരിപാടി ചെയ്യും. പിന്നെ സൂര്യനെ ചൂടില്ല, പ്രകാശം. അപ്പോഴത്തേക്കുണ്ടല്ലോ ഭൂമി കംപ്ലീറ്റ് അങ്ങ് മാറും. ഭൂമിയുടെ സ്ഥിതിയെ മാറും. ഒന്നാം തരം ഏതൻ തോട്ടത്തിൽ നമ്മുടെ വല്യപ്പച്ചനും വല്യപ്പച്ചയും കഴിഞ്ഞ സെയിം കണ്ടീഷൻ. അന്ത്യന്യായവിധി എന്ന് പറയണം. ഞാൻ പിന്നെ ഇനി അന്ന് ജീവിക്കുന്നവരുടെ ആയുസ് വായിച്ചേ. യെശയ്യാവ് 33:24 വായിച്ചേ. 33:24. ആരും പറയത്തില്ല എനിക്ക് രോഗമൊന്നും.
എനിക്ക് ദീനമെന്ന് യാതൊരു നിവാസിയും പറയുകയില്ല. ഇന്നിപ്പോ 1:07 ആകുമ്പോ എഴുന്നേക്കുമ്പോ ചിലർ പറയുന്നത് നടുവേദന അല്ലേ, എനിക്ക് കാലിനൊരു വെട്ടിപ്പിടുത്തം അല്ലേ, പറയത്തില്ല. ചിലർ എന്റെ വയറ്റിനകത്ത് ബലൂൺ പോകുന്നില്ല, ഏണ്ടൊക്കെ ഓടുക അങ്ങോട്ടേക്ക് ഉണ്ടല്ലേ. ഇതൊക്കെ ഇന്നത്തെ കണ്ടീഷനാ. അന്നുണ്ടല്ലോ എനിക്ക് ദീനമെന്ന് ഒറ്റ എണ്ണം പറയത്തില്ല ലോകം മുഴുവൻ. ഇപ്പൊ നമ്മുടെ കാര്യമല്ല, നമ്മൾ തേജസ്സില്ല ആ ആളുകള്. അതാ ഞാൻ ആദ്യം ഡോക്ടർ വേണ്ട, നേഴ്സ് വേണ്ട, ലാബ് ടെക്നീഷ്യൻ വേണ്ട, ഒരു പരിപാടി. അതന്നെയല്ല, പ്ലെയിനില്ല, കാറില്ല, ട്രക്കിൽ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നോക്കിയൊക്കെ കാറുണ്ടെ നന്നാക്കാൻ മേത്രി വേണം, മേത്രിക്ക് കുടിക്കാൻ വെള്ളം വേണം ഇല്ലേ, പിന്നെ കാറിന്റെ ആക്സിഡന്റ് ഉണ്ടാവും, അപകടം, ഇതൊന്നുമില്ല, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തമ്പുരാൻ ചെയ്യും യാത്ര. എന്നാ നല്ല യാത്രയാണെന്നറിയാമോ? ഒരു യാത്രയും വേണ്ട. നിങ്ങൾക്കറിയാവല്ലോ, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, നമ്മൾ ആ ഭാഗം ചിന്തിക്കുന്നില്ല. ഫിലിപ്പോസ് ഷണനെ സ്നാനപ്പെടുത്തി. അത് കഴിഞ്ഞ് ഫിലിപ്പോസ് എവിടെ പോയി? ആത്മാവിൽ എവിടെ പോയി? 46 കിലോമീറ്റർ അകലെ പോയത് തേജസ്സിന്റെ ശരീരത്തിലല്ല, ഈ ശരീരത്തിലാണ്. സെയിം ബോഡി, ആത്മാവ് പ്രവർത്തിച്ചത്. അപ്പൊ നമ്മുടെ ബോഡി തന്നെ തേജസ്സിന്റേതാ. നമ്മളെ നിങ്ങളെല്ലാം ഉണ്ടല്ലോ, 2 സെക്കൻഡിനകം ദുബൈയിൽ ദർശനം വരും, തിരിച്ചോടെ വരും. ഞാൻ 2 സെക്കൻഡിനെ കോട്ടയത്ത് അവിടെ ചെല്ലും, തിരിച്ചുവിടെ വരും. നമ്മുടെ ബോഡി ആ സ്ഥലത്ത്. ഈ പറഞ്ഞതിനെ എല്ലാം നമ്മൾ കൊണ്ടുപോകും. ഫിലിപ്പോസിനെ കൊണ്ടുപോയതുപോലെ വരയ്ക്കാൻ നമ്മുടെ പരിപാടി അവിടെ. ഹല്ലേലൂയ. നമ്മുടെ പരിപാടി ഏതാ? അന്നേരം ഇവിടെ താമസിക്കുന്ന ഒരാൾ വന്ന് പറയാം, അച്ഛാ എനിക്ക് കോട്ടയം വരെ ഒന്ന് പോകണം. അന്നേരം അച്ഛൻ പറയാം, പിടിച്ചോ, ഇവിടെ എയർ ടിക്കറ്റും വേണ്ട, ഒരു പരിപാടിയും വേണ്ട, ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ദൈവം ഒരെണ്ണം പറയുന്നതിൽ എനിക്ക് രോഗമാണ്. 65-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം എന്ന്. എന്നാൽ അവിടെ മരണമുണ്ട്, വെളിപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ചുരുക്കം ചില മരണമുണ്ട്. 65-ാം അധ്യായത്തിന് 20-ാം വാക്യം. റീസൺ നമുക്കറിയാം, വില വായിക്കാം. ഒരേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകില്ല. അടുത്തത്, ബാലൻ 100 വയസ്സുള്ള ഒരാൾ മരിക്കുമ്പോ വയസ്സ് 100. അന്നേരം അമ്മ പറയുന്നറിയോ, എന്റെ കുഞ്ഞു മരിച്ചു വരും. എന്റെ 22-ാം വാക്യം എന്ന് വായിക്കേ. 22-ാം വാക്യം. അവർ പണിക, മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല. അവർ നടുക, മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാണ്. മെഥുസലേഖിന്റെ ആയുസ് അത് ശാപഗ്രസ്തമായ ഭൂമിയിലാണ്. ഉണ്ടെന്നോ ഞാൻ പറഞ്ഞത്, കാരണം വെളിപ്പെടുത്തിയിട്ടില്ലെന്ന്. മരണം നമുക്കല്ല, അന്ന് ജീവിക്കുന്ന ചില ആളുകൾ മരിക്കും. അതിന്റെ കാരണം വേദപുസ്തകം വെളിപ്പെടുത്തുന്നില്ല. എന്താണ്? അതാണ് ബാലനോ 100 വയസ്സുള്ള മരിക്കും, പാപിയോ 100 വയസ്സ്. ഞാൻ വിശ്വസിക്കുന്നു അവിടെ എന്തോ കുഞ്ഞായ്മ ഏതോ ഒപ്പിച്ചു, അന്നേരം അവനെ തട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നത്. വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും സർട്ടൻ തെത്തുണ്ട്, അത് വെളിപ്പെടുത്തുന്നില്ല അന്നത്തെ ആളുകൾ. നമ്മളല്ല, നമ്മൾ ഇതിന്റെയൊക്കെ അപ്പുറത്ത് ഈ ആളുകൾ. ഇനി 25-ാമത്തെ വാക്യം വായിക്കുക. അന്നത്തെ ആനിമൽ കണ്ടീഷൻ. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. ചെന്നായും കുഞ്ഞാടും ഒന്നിച്ചു മേയും. സിംഹം കാള എന്ന പോലെ വീടിന്റെ മുമ്പിൽ ഒരു സിംഹം, അതിന്റെ മുമ്പില് ഒരു കുഞ്ഞിങ്ങനെ നടക്കുക, കളിച്ചോണ്ട്. അടുത്ത വാക്യം. സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. പോലീസ് വേണ്ട, പട്ടാളം വേണ്ട, യാതൊന്നും ഇല്ല. കാരണം പാപമില്ല. നമ്മുടെ ജോലി, നമുക്ക് ഒത്തിരി പരിപാടിയുണ്ട്. എന്നാ ഫലമാണെന്നറിയാമോ? 1 ഏക്കറിൽ 28,000 പറ നെല്ല് കിട്ടും ഒറ്റ വർഷം. ഞാൻ പറയാം, ഏറ്റവും കാർഡ് ആരുടെയാണെന്നറിയാവോ? ആരുടെയാ? ഇന്നത്തെ അഗ്രികൾച്ചറിലൊന്നുമല്ല, അതൊക്കെ 40%. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത പുള്ളി ഐസക് അപ്പച്ചൻ. ഗരേര ദേശത്ത് വിതച്ചു. എത്ര മേനി? 100 അല്ലേ? അപ്പൊ ഒരു പറ, നമ്മുടെ നാടൻ ഭാഷ പറയാം, 1 ഏക്കർ കണ്ടോ എന്ന് പറഞ്ഞാൽ 10 പറ. അപ്പൊ 10 പറയിൽ ഐസക് ഇട്ടപ്പോ എത്ര കിട്ടി? മൊത്തം 100 ഗുണം 10 എത്ര കിട്ടി? 1000 ലക്ഷം അല്ലേ? ഒരു കൃഷി എത്ര കിട്ടി? ഐസക് 1000. സൂര്യന്റെ ശോഭ 7 മടങ്ങ് വർഷിക്കും. അപ്പൊ അതിന് 7 കൊണ്ടൊന്ന് ഗുണിച്ച് 7000. ഒരു കൃഷി മിനിമം 4 കൃഷി. അന്ന് മഴയും ആ പരിപാടി ഒന്നുമില്ല. കറക്റ്റ് 7000 ഗുണം 4 എത്ര? 28,000. അപ്പൊ നമ്മുടെ പരിപാടി അന്ന് ജീവിക്കുന്നതുകൊണ്ട് 28,000 കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് കേട്ടോണം, എത്ര വർഷം കൃഷി ചെയ്യണം വേണ്ട നമ്മളാ തീരുമാനിക്കുന്നത്. ഒരു മാവ് മതി ആ ഗ്രാമത്തിൽ മുഴുവൻ, എങ്ങും പോകണ്ട. ഒറ്റ മൂട് കപ്പയുണ്ടോ? സമൃദ്ധി. ഉദാഹരണം ഞാൻ പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വഴക്കില്ല, ശണ്ടയില്ല, ഒരു പ്രശ്നവുമില്ല. നമ്മൾ അത് കൺട്രോൾ ചെയ്ത്. ഇനി നമ്മുടെ അടുത്തൊരു പരിപാടി നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് വേറൊരു കാര്യത്തിൽ കൂടി പറയാം. 2 കാര്യമുണ്ട്. ഒരു കാര്യം, ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട് വെളിപ്പെടുത്താത്തത്. എങ്ങനെ മന്ന വന്നു, എങ്ങനെ ഈ വീട്ടിലെ വെള്ളം രക്തമായി, ഇതിന്റെ എല്ലാം പുറകിൽ ഒരു വർക്ക് ഓർഡർ ഉണ്ട്. അത് മുഴുവൻ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. ഈ തലയ്ക്കകത്തത് കയറത്തില്ല. അതാ ദാവീദ് തന്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിൽ
ഞാൻ ഇടപെടുന്നില്ല. എങ്ങനെ മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നുന്ന ബൈബിൾ. അപ്പൊ എന്താ ഈ ദോശ ചുട്ടത്? ഏത് ദോശക്കല്ല, എവിടെയാ അവൻ അറിയണം. അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ എവിടെയാണ് മന്ന ഉണ്ടായത്. ഇതിനു മാത്രം കാടപ്പക്ഷി എവിടുന്ന് വന്നു? എങ്ങനെ ചെങ്കടൽ മാറി? ചെങ്കടൽ എങ്ങനെ മാറി? ഇതിന്റെ എല്ലാം പുറകെ പവറുണ്ട്. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊടുക്കുക, മുഴുവൻ നല്ല ബെസ്റ്റ് വീഞ്ഞ്. ഇതെങ്ങനെ സംഭവിച്ചു? ഇതെല്ലാം അവിടെ ചെല്ലുമ്പോൾ വെളിപ്പെടും. ആ വെളിപ്പെടുന്ന കാര്യം ഇവിടെയുള്ള ജനങ്ങളെ നമ്മൾ പഠിപ്പിക്കുക. 1, 2 ആണ്ടിലൊരിക്കൽ എല്ലാത്തിനെയും കൊണ്ടുപോകണം യെരൂശലേം ആരാധനയ്ക്ക്. സക്കറിയ പ്രവചനം 14 സമയമില്ല വരാൻ. അത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാ. അതെ, ഞമ്മൽ അതിന് പ്ലെയിനൊന്നും വേണ്ട, നമ്മുടെ അടുത്ത് നിന്നാ മതി, നമ്മളോടങ്ങ് പോരും. നമ്മൾക്ക് ചിറകുണ്ടോന്ന് എനിക്കറിയാമെന്നില്ല. എനിവേ നമ്മൾ പറഞ്ഞങ്ങ് ചെല്ലും, തിരിച്ചും വരും, ഒരു കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയും ചെയ്യാം കേട്ടോ. ഇതെന്റെ ഭാര്യ, ഇതെന്റെ ഭർത്താവാ എന്ന് പറഞ്ഞാൽ അച്ഛമ്മ ചായടാണെന്നും പറയാൻ ഒക്കത്തില്ല. ആ ബന്ധമില്ല, ആ കണക്ഷൻ ഇല്ല. പക്ഷെ അറിയാം. ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങളിവിടെ ഭാര്യയും ഭർത്താവ് ഇരിക്കില്ലേ? ആ ബന്ധത്തിലാണോ ഇരിക്കുന്നത്? നിങ്ങൾക്കറിയാമോ എന്റെ ഭാര്യ സുതമ പുറകിരിപ്പുണ്ട്, എനിക്കറിയാം എന്റെ കൊച്ചുമോള് തൃപ്തി ഇരിപ്പുണ്ട്. ഇപ്പൊ ഞാൻ അതൊന്നും പറയത്തില്ല, കാരണം ഇപ്പൊ ഞാൻ വചനമാ പറയുന്നത്. എനിക്ക് അറിയാം അവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെന്ന്. ഇതുപോലെ അന്ന് നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിനെ എല്ലാം അറിയാം. അതാ പാട്ടുകാരൻ ആത്മാവിൽ പാടിയത്, തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ. ഒരിക്കലും തിരിയത്തില്ല നമ്മൾ. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ കൂടി നിർത്തട്ടെ. 1000 ആണ്ട് വാഴ്ച വളരെ മനോഹരം. കർത്താവ് രാജാവ്, നമ്മളെ കർത്താവിന്റെ കൂടെ ഒരു പ്രശ്നവും ഈ ഭൂമിയിലില്ല. ഇവിടെ വഴക്കുമില്ല. പിന്നെ ഈ മരുഭൂമി വഴി എല്ലാം ഉണ്ടല്ലോ, ഒന്നോന്തര തോട 6. യെശയ്യാ 35 35 കാണാം. ഇവിടെ മുഴുവൻ ഇപ്പൊ ഡ്രിപ്പ് ഇറിഗേഷൻ ആയി ഗവൺമെന്റ് കൊടുക്കുന്നത്. അവിടെ സ്വർഗത്തിൽ നിന്ന് ഡ്രിപ്പ് ഇറിഗേഷൻ ഇത് മുഴുവൻ പൂന്തോട്ടമാക്കും. ലോകത്തിലെ മുഴുവൻ ഡെസർട്ടും പൂന്തോട്ടമാക്കും. മുഴുവൻ മലയും ലെവലടിക്കും. അതെല്ലാം മാറും. അല്ലാതെ കുന്നും മലയൊന്നും ഇല്ല. ഏത് കുന്നും നിരപ്പാവുന്ന മുഴുവൻ പൂന്തോട്ടം പോലെ ഈ ഭൂമി, ശാപമില്ലാത്ത ഒരു ഭൂമി. കാരണം എന്താ? കാര്യം എന്താ? എന്തില്ല? ഇവിടെ ഒരു വിത്തൗട്ട് ഉണ്ട്. ഏതാ? അവനിവിടെ ഇല്ല. അവനെ ഓടിച്ചുവിട്ടെ. അവനിവിടെ ഇല്ല. അന്ന് ഇങ്ങനെ അവനെ ഓടിച്ചു വിടേണ്ട കാര്യവുമില്ല. അവനില്ല. 1000 വർഷം. അടുത്തത് ഞാൻ പറയട്ടെ. ഈ 1000 വർഷം ഉണ്ടല്ലോ, സുന്ദരമായൊരു ഫലം. കണ്ണുനീരില്ല, ഭാരമില്ല. മീഖാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്കൂടെ ബാക്കി കൂടെ വായിച്ച് നമുക്ക് ആ ഭാഗം തീർക്കാം. മീഖാ പ്രവചനം 4-ന്റെ 4 വേഗം വായിച്ച് നമുക്ക് അടുത്ത ഭാഗം വേഗം തീർക്കാം. ഞാൻ പറഞ്ഞ പെൺകുഞ്ഞുങ്ങൾക്ക് മുന്തിരിച്ചോട്ടി കിടന്നുറങ്ങാം, ഒരു കുഴപ്പവുമില്ല, പാവമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നിന് വിളിക്കും. ഞങ്ങളുടെ വീട്ടിൽ വന്ന പോലെ കഴിച്ചിട്ട് പോകാൻ സമൃദ്ധി. ഇന്ന് വിരുന്നുകാര് വരുമ്പോൾ ടെൻഷനാ. അതില്ല. ഒടുവിൽ ഈ 1000 വർഷം കൂടെ കഴിയും. വായിക്കാം. വെളിപ്പാട് 20:8. 1000 ആണ്ട് കഴിയുമ്പോഴോ വായിച്ചേ. വെളിപ്പാട് 20:8. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി. 26 വായിച്ചേ. 1000 ആണ്ട് കഴിയുമ്പോഴോ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകും. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. 1000 ആണ്ട് കഴിയുമ്പോഴും വായിക്കും. എന്നെ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ സന്തോഷത്തിൽ കഴിയുക ദൈവിക നിർണയമായതല്ല. ഇവിടെ ഒരു കുഴപ്പമില്ല. 1000 ആണ്ട് കഴിയുമ്പം ഈ അടി കിടക്കുന്നതിനെ അഴിച്ചുവിടും. അടുത്ത വാക്യം. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. ഇത് സോവിയറ്റ് റഷ്യ അല്ല. നേരത്തെ ഗോഗ് മാഗോഗ് എന്ന് പറഞ്ഞത് സോവിയറ്റ് റഷ്യ. അവരാണ് ഇസ്രായേലിനെതിരായിട്ട് വന്നത്. ആ ക്യാരക്ടർ കാണിച്ചുകൊണ്ട് പറയുന്നതുള്ളൂ. ലോകത്തിലുള്ള ജാതികൾ 1000 ആണ്ടിൽ പ്രവേശിപ്പിച്ചത് ശരീരമുള്ള എത്ര കൂട്ടരാ? അതിലൊരു കൂട്ടർ ആരാ? ജാതികൾ. ഇവിടെയുള്ളവർ മാത്രമല്ല, ഇന്ത്യയിലെ ഹൈന്ദവരും കാണും യഹൂദനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ. അല്ലാതെ അവനെയും കയറ്റും. എന്നാൽ അവരുടെ പാപം ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് മാറിയതാണോ? അത് ഫ്രീസിംഗ് സ്റ്റേജ്. ഇവൻ ഇങ്ങോട്ട് വരുമ്പം അവർക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. ഒരു വിഭാഗത്തിന് അവൻ്റെ കൂടെ കയറണം. ഒരു വിഭാഗം, നോട്ട് എവരിബഡി, ഒരു വിഭാഗം അവൻ്റെ കൂടെ കൂടും. ആരുടെ കൂടെ? അന്ന് ലോകത്തിൽ ആയുധങ്ങളൊന്നുമില്ല. മീഖായി 4-ാം അധ്യായത്തിൽ കാണാം. ആളുകളെയെല്ലാം കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളെ ആയുധമൊന്നുമില്ലാത്തൊരു ലോകമാണ്. നോ വെപ്പൺ. പക്ഷെ ഇവൻ ഇങ്ങോട്ട് വരുമ്പം ഈ ഗുഡ് എൻട്രി കിട്ടിയ ഒരു കൂട്ടർക്ക്
അവന്റെ കൂടെ അവന് ചേരും. പാപസ്വഭാവം ആർക്കാ? നമുക്കും മശിഹായ്ക്കും എതിരായി. അടുത്ത വാക്യം വായിച്ച്. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. തീ കയറുന്ന അവരെ ദഹിപ്പിക്കും. അതോടെ ഈ ഭൂമിയും കത്തും. എല്ലാവരും അല്ല, ഒരു കൂട്ടർ. അപ്പൊ ഒരു കൂട്ടരില്ലേ ബാക്കി? ഈ ജാതികളിൽ 1000-ാം ആണ്ടിൽ വന്നതിൽ ഒരു വിഭാഗം ഇൻസ്പിറേഷൻ ചെയ്ത് സാധാരണ കൂടി. ഇനി ഒരു കൂട്ടരില്ലേ ഉണ്ടോ? അവരെ പുതിയ ഭൂമി കയറ്റും. ഈ ഭൂമി കത്തിക്കും. ഇത് കത്തിച്ച് നശിപ്പിക്കും. ഇത് പകരം നവീകരിക്കത്തില്ല. യെശയ്യാ 65:17 പുതിയ ആകാശവും പുതിയ ഭൂമി സൃഷ്ടിക്കുന്നു. ആദ്യത്തേതായാലും ഓർക്കത്ത് പോലുമില്ല. ഒരു പുതിയ ഭൂമി. നിങ്ങൾ എന്നെ കേൾക്കണമേ, ശ്രദ്ധിക്കണമേ. അവിടെ ഇവരെ കയറ്റും. ആരെ കയറ്റും? ബാക്കി എന്ന് പറഞ്ഞാൽ യെസ്, ഇവനോട് ഇനി അടുത്തത്, ലോകോൽപ്പത്തി മുതൽ ഇന്ന് വരെ യേശുവിനെ കുറിച്ചോ ദൈവത്തെ കുറിച്ചോ അറിയാതെ ഒരു വ്യക്തി ജീവിച്ചു മരിച്ചു. യേശുവിൽ കൂടിയുള്ള രക്ഷ അറിയാതെ ഒരു വ്യക്തി ജീവിച്ചു മരിച്ചു. അവനെ നിത്യനരകത്തിൽ തള്ളിയിടാൻ ദൈവത്തിന്റെ നീതി സമ്മതിക്കുമോ? ഇല്ല. ജന്മം മുതൽ മരിച്ചതുവരെ ഒരു മെന്റൽ പേഷ്യന്റ്, ഒരു മന്ദബുദ്ധി, ചിന്തിച്ചേ, ഒരു മാനസിക രോഗി, അവരെ നിത്യതണത്തിൽ കളയാൻ ദൈവത്തിന്റെ സ്നേഹം സമ്മതിക്കുമോ? ഇല്ല. അവരെയും അവിടെ കയറ്റും. അതാണ് ദൈവത്തിന്റെ നീതി. എവിടെയാ? പുതിയ ഭൂമി ഉണ്ടാക്കും, അവിടെ കയറ്റും. മനസ്സിലായി? എന്റെ സൈമൻ വേഗം തീർക്കുക. അത് കഴിഞ്ഞാൽ ഒരു ന്യായവിധി ഉണ്ട്, പറയാൻ പോവാ. 6ാമത്തെ ന്യായവിധി ഒന്ന് കേൾക്കണ ദൈവമക്കൾ. ഇനി ജാതികളെ ന്യായം വിധിക്കുന്നുണ്ട്. അതിപ്പോ ഞാൻ ബാക്കി പറഞ്ഞേക്കാം, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോണം. ഒരു ന്യായാസനം, ഒടുവിലത്തെ ന്യായാസനം പറയാം എന്നില്ലേ? 6ാമതൊരു ന്യായാസനമുണ്ട് ദൈവമക്കളെ. അത് വായിക്കുമ്പോ ഞാൻ ഒറ്റയ്ക്കാണ് മുട്ടുകുത്തും, ഭയം. വായിക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 1-ാം വാക്യം. ക്രിസ്തുവിന്റെ 6ാമത്തെ ന്യായാസനമാണ്. എന്നെ നോക്കിക്കേ. 1-ാമത്തെ ന്യായാസനം ആർക്കുള്ളതാ? വിശുദ്ധന്മാർക്ക്. 2-ാമത്തെ ന്യായാസനം ആർക്കുള്ളതാ? പഴയ നിയമ ഭക്തന്മാർക്ക്. 3-ാമത്തെ ന്യായാസനം ആർക്കുള്ളതാ? മഹോദരവ രക്തസാക്ഷികൾക്ക്. 4-ാമത്തെ ന്യായാസനം ലോകജാതികൾക്ക്. 5-ാമത്തെ ന്യായാസനം അന്നത്തെ യഹൂദന്. 6-ാമത്തെ ന്യായാസനം വായിക്കാം. നിങ്ങളിൽ ഒരുത്തിന് മറ്റൊരുത്തിനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല, അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നു. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലേ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരും. നാം ദൂതന്മാരെ വിധിക്കും. ഓഫീസിൽ നിന്ന് കാറി കൊണ്ട് വരിക, അവരുടെ ചവറിലെ കാറി കൊണ്ട് കൊണ്ടുവന്നു വീടിന്റെ വാതിൽ നിർത്തി. അപ്പൊ മോൻ അവിടെ നിൽപ്പുണ്ട്. മോനോട് വേടാ, മോനെ ഇങ്ങോട്ട് വേടാ. ചെന്നു കീ കൊടുത്തിട്ടുണ്ടാ, വണ്ടി കൊണ്ട് കാരയെ കയറ്റിയിടും. അപ്പൊ മോന് സന്തോഷം വേണോ സങ്കടം വേണോ? മോനല്ലേ തന്നെ നോക്കിയിരിക്കുന്നു, ഓടിക്കാൻ കട്ടോടിക്കും അല്ലേ? അന്നേരം പറയുന്നത് കൊണ്ട് കാരയിൽ കയറ്റിയിടാൻ. ഇതുപോലെ 6ാമത്തെ ന്യായാസനം എന്തിനാണെന്നറിയാവോ? വീണുപോയ ദൂതന്മാരെ ന്യായം വിധിക്കാൻ. എവിടെ? 6.5 കോടി വർഷം മുമ്പ് ലൂസിഫർ പാപം മനസ്സിൽ ചെയ്തപ്പോൾ അവന്റെ കൂടെ ഒരു സംഘം ആളുകൾ ദൂതന്മാർ പാപം ചെയ്തു. ആ ദൂതന്മാരെയാണ് എവിടെ ഇട്ടിരിക്കുന്നത്? അഗാധോപത്തിൽ. അവരെ ഇങ്ങ് കൊണ്ടുവരും. അവരെ ന്യായം വിധിക്കിട്ട് ആരാന്നറിയാവോ? നിങ്ങളും ഞാനും. അതിനുള്ള നോളജ് കിട്ടാനുള്ള സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു. ഈ തലയ്ക്കകത്ത് കയറാൻ ഒക്കത്തില്ല. നൂതനെ ന്യായം വിധിക്കുന്ന നോളജ് ഈ ന്യൂറോ സിസ്റ്റത്തിനകത്ത് കയറത്തില്ല. അസിറ്റിൻ, കോളിൻ, ഗാബ, ഗ്ലൂറ്റമിക് ആസിഡ്, ഡോപാമിൻ, സെറോട്ടോണിൻ, അതിനൊന്നും അത് പിടിച്ചെടുക്കാൻ ഒക്കത്തില്ല. സ്തോത്രം. വീണുപോയ ദൂതന്മാരെ ന്യായം വിധിക്കാൻ എനിക്ക് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ തേജസ്സിന്റെ കൃപ കിട്ടും. നാം എവിടെ ഇരിക്കേണ്ടതെന്ന് അറിയാവോ? നാം ന്യായാസനത്തിൽ ഇരിക്കും. നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ആരാ? വീണുപോയ ദൂതന്മാർ. അവരെ ന്യായം വിധിക്കാനുള്ളവരായി ഈ ഇരിക്കുന്നത്. നമ്മൾ എത്ര വിശുദ്ധ ജീവിതം നയിക്കണം, നമ്മൾ എത്ര ഭക്തിയുള്ള ജീവിതം നയിക്കണമെന്ന് ഓർത്ത് നോക്കിക്കേ. അതാണ് 6ാമത്തെ ന്യായാസനം. വീണുപോയ ദൂതന്മാരെ ന്യായം വിധിക്കണം. അതാ ഞാൻ പറഞ്ഞത്, പാസ്റ്റർക്ക് 6 മകനെ കൊടുക്കുന്ന പോലെ കർത്താവരെ നിങ്ങൾ ന്യായം വിധിക്കും. 7ാമത്തെ ന്യായാസനം ഒടുവിലത്തെ ന്യായാസനമാണ്. വെള്ളസിംഹാസന ന്യായവിധി. 10 സാക്ഷികളാണ് കുറഞ്ഞത്. വെളിപ്പാട് 20:11 വേഗം വായിച്ച്. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. മരിച്ചവർ ആബാലവൃദ്ധം. അടുത്ത വാക്യം വായിക്കാം. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. സമുദ്രം മരിച്ചവരെ ഏൽപ്പിച്ചു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്നലെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഒരു കുഞ്ഞിനോട് ചോദ്യം ചോദിച്ചു, ഗസിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന എന്താ അതിന്റെ കാര്യം? സമുദ്രം എല്ലാം കൂടെ കൊണ്ട് കൊടുക്കുവോ? അല്ല, അതൊരു ആക്ഷൻ. ഞാൻ പറയാം. ജോർജായ മാവേലിക്കരക്കാരൻ, പാസ്റ്ററെ തുമ്പമണ്ണുകാരൻ, ഞാൻ കോട്ടയംകാരൻ. ഇപ്പൊ ഞങ്ങൾ 3 കൂടെ ഉണ്ട്. വേറൊരു ഭാഷ പറയാം. കോട്ടയം തോമസ് മാമനെ ഇവിടെ ഏൽപ്പിച്ചു, മാവേലിക്കര ജോർജാനെ ഇവിടെ ഏൽപ്പിച്ചു.
തുമ്പമണ്ണ് ഗെരസീം ഭാഷയെ ഏൽപ്പിച്ചു. അതുപോലെ ഈ 3 സ്ഥലത്ത് മരിച്ചവരെല്ലാം അവിടെ വരണം. മരണം എന്ന് പറയുന്നത് ഏൽപ്പിക്കും. മരണം എന്ന് പറയുന്നത് ഒരു പവറാ, ഒരു ആക്ഷനാ. ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടുന്നതാണ് മരണം. എല്ലാത്തിനും അവിടെ കൊണ്ടുവരും. വേഗം തീർക്കട്ടെ. 10 സാക്ഷി. കർത്താവായ യേശു സിംഹാസനത്തിൽ നമ്മളവിടെ ചുറ്റിലും. ഒന്നാമത്തെ മരിച്ചവർ ആബാലവൃത്തം. പാപത്തിൽ മരിച്ചവരെല്ലാം, എന്റെ തമ്പുരാന്റെ വരവിൽ എടുക്കപ്പെടാത്തതെല്ലാം അവിടെ ഹാജരായിട്ട് വരും. ഒന്നാമത്തെ സാക്ഷി ജാതികൾക്കുള്ളതാ. മനസാക്ഷി അനുസരിച്ച് അവരെ ന്യായം വിധിക്കും. അവർക്ക് വചനം അറിയാൻ പറ്റില്ല, പക്ഷേ വായിക്കാൻ റോമർ 2:14 മുതൽ വേഗം വായിക്കണം. റോമർ 2:14 മുതൽ. ഞാൻ സ്പീഡിൽ പോകും, പിന്നെ നിങ്ങളോട് ചോദിക്കണം എന്ന് നമുക്ക് അന്നേരം പറയാം. അത് മാത്രം വായിച്ചാൽ മതി. അപ്പോൾ മനസാക്ഷി വെച്ച് അവരെ ന്യായം വിധിക്കും ജാതികളെ, ഒരു വിഭാഗത്തെ. അടുത്തതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത സാക്ഷികളെ ലൈന് നിൽക്കുക. സ്വർഗീയ കോടതി, ന്യായാധിപൻ കർത്താവായ യേശു. പ്രതികളെ ആരാ? മരിച്ചവർ, ആബാലവൃദ്ധം, എല്ലാത്തിനെയും കൊണ്ടുവരും. എല്ലാ കല്ലറയും പൊങ്ങും, ഇങ്ങ് വരും. അടുത്ത സാക്ഷി, 3 സാക്ഷികൾ ലൈനിൽ വരും. സാക്ഷ്യം പറയുന്നത് 3 ഉണ്ട്. ആത്മാവേ, ജലം, രക്തം. 1 യോഹന്നാൻ 5:8. 1 യേശുവിന്റെ ആത്മാവ് പറയും, ഇവനോട് ഇവളോട് ഇന്ന പോയിന്റിൽ ഞാൻ ഡീൽ ചെയ്തതാ. പ്രൈസ് ദി ലോർഡ്. ഇവനോട് ഇവളോട് ഇന്ന പോയിന്റിൽ ഞാൻ ഡീൽ ചെയ്തതാ. പ്രയാസം, ഐശ്വര്യം, ഭാരം, കഷ്ടത, ജോലി നഷ്ടപ്പെട്ടപ്പോ, പണം കുറഞ്ഞപ്പോ ഞാൻ ഡീൽ ചെയ്തതാ. കാണിക്കും കമ്പ്യൂട്ടറിൽ. 2 രക്തം. കർത്താവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ സംസാരിച്ച രക്തം പറയും, എന്റെ രക്തത്തിൽ പാപം മാറിയിട്ടില്ല. 3 ജലം. ലോകത്തിലെ മുഴുവൻ വെള്ളവും കൂടെ കാണിക്കും, എന്റെ കൽപ്പന അനുസരിക്കേണ്ടതുപോലെ ചെയ്തിട്ടില്ല. ചിന്തിച്ച് നിങ്ങളൊന്ന് നോക്കുകയെ. ആർക്കൊഴികഴിവുണ്ട്? ആത്മാവ്, ജലം, രക്തം. ആത്മാവ് പറയേണ്ടി. ആത്മാവ് ഇവിടെ ബദൽ ചർച്ചിന്റെ കൺവെൻഷൻ നടത്തുമ്പോൾ ക്ലാസ് നടന്നത് ഞാൻ ഇടപെട്ടതാ. പോയിന്റ് കാണിക്കും. രക്തം, എന്റെ രക്തത്തിൽ വീണ്ടും ജനിച്ചിട്ടില്ല. 3 ലോകത്തിലെ മുഴുവൻ വാട്ടർ ഡിപ്പോസിറ്റ് കാണിക്കും. ഇതിനകത്ത് ഞാൻ പറഞ്ഞ കൽപ്പന പ്രകാരം ചെയ്തിട്ടില്ല, വേറെ ആരോ പറഞ്ഞത് ചെയ്തിട്ടുണ്ട്, അതിവിടെ ബാധകമല്ല. 4 സാക്ഷി. 5 സാക്ഷി ക്യാമറ. ഏതാ? തമ്പുരാന്റെ വീഡിയോ ക്യാമറ. ഏതാ? പേര് പറ. CMBR, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. ആകാശത്തിന്റെ 4ാമത്തെ തട്ടിലിങ്ങനെ. എടാ, കേരളത്തിലെ ബാത്റൂമിനകത്ത് വില്ലന്മാർ ഒളിക്യാമറ വെക്കുന്നത് അല്ലേ? നമുക്കറിയാം. അങ്ങനെയാണ് തമ്പുരാന്റെ ക്യാമറയാണ് 4ാമത്തെ തട്ടിൽ. CMBR സകല രഹസ്യോടെ കാണിക്കും. 5ാമത്തെ സാക്ഷ്യം എന്നാ മുഴുവൻ രഹസ്യോടെ കാണിക്കും. 5 ഭൂമി സാക്ഷി പറയും. മണ്ണ് ചവിട്ടുന്നു, എന്നെ ചവിട്ടി നിന്നോണ്ട് അവൻ ഈ പണി ഒപ്പിച്ചെന്ന് പറയും. ഹബക്കൂക്ക് 2:11 ചുവരിൽ നിന്നും തുലാം നിലവിളിക്കുന്നു. കർത്താവ് മത്തായി 10:14 നിങ്ങളുടെ കാലിലെ പൊടി സാക്ഷ്യത്തിനായി തട്ടിക്കളവേ. സാക്ഷിയാ, ഇതെല്ലാം സാക്ഷികളാ. മനസ്സിലായോ? 1ാമത്തെ സാക്ഷി ജാതികൾക്ക്. 2ാമത്തെ 3, 4 സാക്ഷി ആത്മാവ്, ജലം, രക്തം. 5ാമത്തെ സാക്ഷി തമ്പുരാന്റെ ക്യാമറ. 6ാമത്തത് മണ്ണും പൊടിയും സാക്ഷി പറയും. 7 ഇരുട്ട് സാക്ഷി പറയും. എത്ര വില്ലന്മാരാ അന്നേരം തലവനിക്കുന്നത് ഞാൻ ഓർക്കും. പകരമാന്യന്മാർ. വെളിപ്പെടാതെ ഗൂഢമായതൊന്നുമില്ല. ലൂക്കോസ് 12:3. 7 ശബ്ദം സാക്ഷി പറയും. വായിന്ന് വല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് മുഴുവൻ അവിടെ കൊണ്ടുവരും. നമുക്ക് സംസാര ശക്തി തന്നെ നമുക്ക് അറിയാമല്ലോ. കർത്താവ് കണക്ക് അക്കൗണ്ടബിളാ. നിന്റെ സഹോദരന്റെ രക്തത്തിന്റെ ശബ്ദം നിലവിളിക്കൽ. ഇരുട്ട് സാക്ഷി പറയും. സമയം സാക്ഷി പറയും. 8ാം സാക്ഷി ടൈം. ഇന്ന ടൈം. ഇതാണ് ആകാശത്തിന്റെ ഘടികാരം എത്ര എണ്ണം പുറകോട്ട് പോയി, പടി പോയില്ല, അതുപോലെ. യെസ്. 9ാമത്തെ സാക്ഷി പുസ്തകങ്ങൾ തുറന്നു. 3 പുസ്തകം തുറക്കും. 1 ഓർമ്മയുടെ പുസ്തകം. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു ഇല്ലേ? ഒരു പുസ്തകമുണ്ട്, ഓർമ്മയുടെ പുസ്തകം. 2 ദൈവവചനം അവിടെ തുറക്കും. യഹോവേ, നിന്റെ വചനം എന്നേക്കും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു. ആ വചനം തുറക്കും. ഈ വചനം കേട്ടത് മുഴുവൻ അവിടെ സാക്ഷ്യം പറയും. ഒടുവിൽ ജീവപുസ്തകം തുറക്കും. ഓരോ രാജ്യം, ഓരോ സ്റ്റേറ്റ്, ഓരോ ജില്ല പേര് പറയും. അവിടെ ഒന്നും ഇല്ല, പേരില്ല. ജീവപുസ്തകത്തിൽ പേരിടുന്നത് ആരാന്നറിയാമല്ലോ? ആരാ? ദൂതന്മാരൊന്നും യഹോവയായ ദൈവമാ. പുറപ്പാട് 32 ഇപ്പൊ എടുക്കണ്ട. ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ അന്നേരെ തമ്പുരാൻ അവിടെ എഴുതുന്നത്. അത് കൊടുത്തക്കേട് കണ്ട തൂത്ത് കളയുകയും ചെയ്യും. അല്ല, കുറിപ്പിന്റെ ഉറപ്പോലൊന്നും അല്ല, അത് തൂത്തുകളയും. ജീവന്റെ പുസ്തകം തുറക്കും. ഇല്ല. വെളിപ്പാട് 20:15 ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പയ്യേർത്തി 10 സാക്ഷിക്കാൻ താരി നിൽക്കും. എന്നാ ഗൗരവം എന്ന് പറഞ്ഞേ,
നമ്മൾക്ക് ഒരു ഗുണമുണ്ട്. ദൈവത്തിന് ആ സ്തോത്രം. നമ്മുടെ ശരീരം തേജസ് ആയതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഏറ്റവും അടുത്ത രക്തബന്ധത്തിൽപ്പെട്ടതെല്ലാം വന്ന് അവിടെ ശിക്ഷ മേടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഫീലിംഗ് ഉണ്ടാകത്തില്ല. ഭർത്താവ് രക്ഷിക്കപ്പെട്ടതിന് അടിച്ച ഭർത്താവ് ശിക്ഷ മേടിച്ചോണ്ട് ഭാര്യ അടുത്ത് നിൽക്കൊണ്ട് ചോറുള്ളത്. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകത്തില്ല. എന്നാ കാര്യം? ബോഡി ഇതല്ല, അല്ലേ എന്റെ അച്ചായോ എന്ന് പറയുന്ന കാര്യം നോക്കി. കാരണം നമ്മൾ കാണും, പക്ഷെ നമുക്കൊരു ഫീലിംഗ് ഇല്ല. അനസ്തീഷ്യ തന്നെ മയക്കുമ്പോൾ വേദനയില്ലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബോഡി വേറെ ആയതുകൊണ്ട് നമുക്കറിയാം ഈ പുള്ളി മേടിച്ച് കെട്ടി, പക്ഷെ നമുക്കൊരു ഫീലിംഗ് ഇല്ല. അതോടൊപ്പം ദൈവത്തെ സ്തുതിച്ച് ഞാൻ പറഞ്ഞ അവസാനത്തിൽ നമുക്കൊന്ന് ആരാധിക്കണം. അത് കഴിഞ്ഞാൽ പുതിയ ഭൂമി ഇങ്ങോട്ട് വന്നു. ഈ പുള്ളികളെല്ലാം അവിടെ നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു 21:9 കാണാം. കുഞ്ഞാടിന്റെ കാന്തയെ കാണിച്ചു തരാൻ ഒരു മലയിൽ കൊണ്ടുപോയി യോഹന്നാനെ കാണിച്ച ഒരു പെടനിയോ ഒരു സ്ത്രീയോ അല്ല, യെരൂശലേം എന്ന വിശുദ്ധ നഗരം 85 ലക്ഷം അടി പൊക്കത്തിലെ ഹോബിയായ ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളിൽ 12 കല്ലുകൾ സ്വർഗത്തിലെ രത്നങ്ങളിട്ട ഒരെണ്ണം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. അവിടെയാണ് നമ്മുടെ വീട്. അവിടെയാ കർത്താവ് ഒരുക്കുന്നത്. ഇന്ന് രാത്രി ഈ മീറ്റിംഗ് വന്നതിനും കേട്ടതിനും പറഞ്ഞതിനും വായിട്ടതിനും എല്ലാം അവിടെ പേരുണ്ട്. ഹല്ലേലൂയ. അതാണ് പുതിയ യെരൂശലേം. അവിടെ നമ്മളെ അങ്ങോട്ട് അക്കോമഡേറ്റ് ചെയ്യും. 22-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ കാണാം നമ്മുടെ 7-ാമത്തെ വ്യത്യാസം. നമ്മുടെ നെറ്റിയിൽ പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ നാമം പിതാവ് അവിടെ ഉണ്ട്, പുത്രൻ അവിടെ ഉണ്ട്, പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ട്. നമ്മൾ അതിനകത്തിരിക്കും. പുതിയ യെരൂശലേം നമ്മുടെ നിത്യതയുടെ ആരംഭം. ഇതെപ്പം മേലോട്ടെടുക്കുമെന്ന് നമ്മളെ അറിയിച്ചിട്ടില്ല. പുതിയ ഭൂമി. ഇനി ഒരു വാക്കുകൾ ഒരു മിനിറ്റ് ഞാൻ നിർത്തും. ജീവജലത്തിന്റെ നദി മാസം തോറും പുതിയ ഫലം. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ എന്ന് പറഞ്ഞ ടൈഫോയിഡ് ഈ ഇല ഇടിച്ചു പിഴിഞ്ഞ് വെള്ളം എടുത്ത് കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനൊന്നും അല്ല. ഇത് നമ്മുടെ ബുദ്ധിക്ക് ചേരുന്ന, അവിടെ രോഗമില്ല, കഷ്ടമില്ല, ഭാരമില്ല. ജീവജലത്തിന്റെ നദി ഒഴുകും മാസം തോറും പുതിയ ഫലം എന്ന് പറഞ്ഞാൽ ജാനുവരി മാങ്ങ, ഫെബ്രുവരി ഓറഞ്ച്, മാർച്ചിൽ ആപ്പിള്, ഏപ്രിലിൽ കൈതച്ചക്ക എന്നല്ല. ഇത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ അവിടെ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. അവിടെ ഒന്ന് തേജസ് മാത്രം. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. താഴെ പുതിയ ഭൂമിയിൽ ആരാ? ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കണം. പുതിയ ഭൂമിയിൽ ആരാ താമസിക്കുന്നത്? സേവ്ഡ്, രക്ഷിതാക്കണം ഇല്ലേ? ആണല്ലോ. മേളിൽ ആരാ? പുതിയ ആകാശത്ത്, പുതിയ യെരൂശലേമിൽ നമ്മൾ. ഇവർക്ക് മേലെ നോക്കി നമ്മളെ കാണാവോ? കാണാം. പണ്ടൊരു പുള്ളി തമ്പുരാന്റെ അടുത്ത് നിന്ന് പറഞ്ഞു, എനിക്ക് തമ്പുരാനെ പോലെ ആകണം. അതാണല്ലോ ഈ കൊടുത്തിലിന്റെ എല്ലാം കാരണം. അപ്പൊ ഈ താഴെ കിടക്കുന്ന പുള്ളികൾ മേലോട്ട് നോക്കിയപ്പോ ഷാജി അവിടെ, തോമസ് അവിടെ, കുറ്റപ്പൻ അവിടെ, നമ്മളിവിടെ താഴെ. നമുക്കിവിടെ മേലോട്ട് കയറാൻ പറ്റുമോ, ചാൻസ് ഉണ്ടോ എന്ന് ചിന്തിച്ച ഇതെല്ലാം പോയി. ഇതെല്ലാം കൊലാപ്സ്. അത് വരാതിരിക്കാൻ AC ഇടുമ്പം വെളിയിലത്തെ ചൂടില്ലാതെ നമ്മൾ തണുപ്പത്തിരിക്കുന്നു ഇല്ലേ? ഫാൻ അടിക്കുമ്പം ചൂടില്ലാതിരിക്കുന്നത് പോലെ ഇവർക്ക് രണ്ടാമത് ഈ ശോധന വരാതിരിക്കാൻ ജീവജല നദിയാകുന്ന പരിശുദ്ധാത്മാവിന്റെ ഫ്ലോ പുതിയ യെരൂശലേമിൽ നിന്നും അനുസ്യൂതം ഇവരിലേക്ക്. വെളിയിൽ 60 ഡിഗ്രി ചൂടായാൽ AC നല്ലതാണോ? നമ്മൾ അറിയുന്നില്ല. അതുപോലെ ഇവർക്ക് ഇനി നമ്മളോടൊപ്പം മേളിച്ചാടി കയറണമെന്ന് ഒരു ചിന്ത വരാതിരിക്കാൻ തക്കവണ്ണം അനുസ്യൂതം അവരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം. അതോടുകൂടി വെളിപ്പാട് അവസാനിച്ചു. നിങ്ങളുടെ ഒരു പിതാവിന്റെ പ്രായമുണ്ട്. എനിക്ക് I am 74 years. ഈ 74 വയസ്സുള്ള ഞാൻ ഇവിടെ നിൽക്കുന്നത് കഴിക്കുന്ന ആഹാരത്തിന് മിടുക്കൊന്നുമല്ല, വെറും കൃപ കൊണ്ട് മാത്രം. എന്നെ ഇവിടെ നിർത്തി നിങ്ങളോടൊരു ചോദ്യം. കർത്താവിന്റെ വരവിൽ ചേർക്കപ്പെടാതിരിക്കാൻ എന്തെങ്കിലും ടൈഡിങ്സ് ഉണ്ടോ? ഇപ്പൊ വിട്ടുകളയും. എനിപ്പട്ടി അവന്റെ കൽപ്പന അനുസരിക്കാത്തവരോട് ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയില്ല. ഞാൻ ചൊവ്വാഴ്ച സ്ഥലം വിടുന്നേ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് അപകടം വരുന്നു. കർത്താവ് വരുന്നതല്ല അപകടം, കൈവിടപ്പെട്ടു പോയാൽ അപകടം. വിശുദ്ധ ജീവിതത്തിന് തടസ്സമായി മനസ്സിനകത്ത് എന്തെങ്കിലും കെട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് വിട്ടുകളയണം. വിശുദ്ധ ജീവിതത്തിന് തടസ്സമായി മനസ്സിനകത്ത് എന്തെങ്കിലും കെട്ടുണ്ടെങ്കിൽ വിട്ടുകളയണം. ഏതെങ്കിലും മുറുകെ പറ്റുന്ന പാപമുണ്ടെങ്കിൽ വിട്ടുകളയണം. ഞാൻ എന്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു. എനിക്ക് ആ പുതിയ യെരൂശലേമിൽ വരണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ വേദന മാറണം, എന്റെ ഭാരം മാറണം, എന്റെ നിരാശ മാറണം. എനിക്ക് അവന്റെ കൽപ്പന അനുസരിക്കണം. താല്പര്യമുള്ളവർ മാത്രം ഒന്ന് കരങ്ങൾ ഉയർത്തിക്കുക, പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധാത്മാ പ്രവർത്തിച്ച് എനിക്കറിയാം. നിങ്ങൾ ധൈര്യത്തോടെ കരം ഉയർത്തണം. എങ്കിൽ സ്വർഗം നിങ്ങളെ തൊടും. God will touch not tomorrow, right now my God will touch you. ഇപ്പോൾ തന്നെ ടച്ച് ചെയ്യും. ഇപ്പോൾ this time is yours. ഇതൊരു സഭയുടെയല്ല, പെന്തക്കോസ്തുകാരുടെയല്ല, മർത്തോമാക്കാരുടെയല്ല, യാക്കോബാക്കാരുടെയല്ല, എന്റെ ദൈവത്തിന്റെ മീറ്റിംഗ് ആയിട്ട് ഉയർത്ത്, ധൈര്യത്തോടെ ഉയർത്ത്.
സ്തോത്രം. രക്ഷകന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനായി പാർത്തലെ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശെ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും.